നമ്മൾ ഇന്നലെ കോൺഗ്രസിന്റെ 1985 100 അല്ലെ, കോൺഗ്രസിന്റെ 100ാം വാർഷിക സമയത്തെ കുറിച്ച് 1985 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ 1998 കൽക്കട്ടയിലാണ് കോൺഗ്രസ് സമ്മേളനം നടന്നത്. അതിന്റെ പ്രസിഡന്റ് സോണിയാഗാന്ധിയെ. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയും സോണിയാഗാന്ധിയാണ്. ഏകദേശം 1998 മുതൽ 2017 വരെ ആരായിരുന്നു? സോണിയാഗാന്ധി തന്നെയാണ്. 2017 രാഹുൽ ഗാന്ധി ആകുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രത്യേകത 1998 കൽക്കത്തയിലാണ് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ്. അങ്ങനെ കോൺഗ്രസ്, പക്ഷെ കോൺഗ്രസ് എന്ന സംഘടന മാറി. ഇപ്പൊ നമ്മൾ പറയുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയെ കുറിച്ചാണ് അല്ലെ. പക്ഷെ അന്നേരം നിങ്ങൾ എഴുതി വെച്ചോളൂ, സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. ആദ്യത്തെ വനിത ആരാണ് കോൺഗ്രസിന് ശേഷം? നമ്മുടെ ഇന്ദിരാഗാന്ധി. 1959 ഡൽഹിയിലാണ്. ഡൽഹിയിലെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി. 1998 മുതൽ 2017 വരെ. ഓക്കെ, 2017 വരെയാണ്. 18 വർഷം. 2 വർഷം കൂടിയാണെങ്കിൽ 20 വർഷം തികഞ്ഞാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് പട്ടാഭി സീതാരാമയ്യെ കുറിച്ച് പറഞ്ഞപ്പോഴേ കോൺഗ്രസിനെ കുറിച്ച് പറയും. പട്ടാഭി സീതാരാമയ്യനേക്കാളും കൂടുതൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്, കാരണം അദ്ദേഹം എഴുതിയ പുസ്തകം കോൺഗ്രസിന്റെ ചരിത്രം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ഓക്കെ, 1935 അദ്ദേഹം എഴുതിയ പട്ടാഭി സീതാരാമയ്യ പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം 1935. ആ വർഷം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 1935 കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായ നമ്മുടെ പട്ടാഭി സീതാരാമയ്യ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്ര ഗ്രന്ഥം എഴുതി. അതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ആ പുസ്തകത്തിന്റെ പേര് കോൺഗ്രസിന്റെ ചരിത്രം. ആ പുസ്തകത്തിന് ആമുഖം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അതിന് എഴുതിയത്? അതിന് നമ്മുടെ എഴുതിയത് അല്ലെ, ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, പിന്നെ കോൺഗ്രസിനെ കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകൾ. കോൺഗ്രസ് നമ്മുടെ 1885 രൂപീകരിച്ച കോൺഗ്രസിനെ കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, ഡൽഹിയിൽ ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് 1918 പറയൂ. എന്താണ് സർ, ഒന്നുകൂടെ പറയാമോ? നെറ്റ് കട്ടായി, ഒന്നും ക്ലിയർ ആയില്ല പറഞ്ഞത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. 1935 അദ്ദേഹം കോൺഗ്രസിന്റെ ചരിത്ര ഗ്രന്ഥം എഴുതി. അതാണ് കോൺഗ്രസിന്റെ ചരിത്രം. ആ കോൺഗ്രസ് എന്ന ചരിത്രം എന്ന ഗ്രന്ഥത്തിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞത് ഡൽഹിയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1918 1918 ഡൽഹിയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കുറച്ച് പോയിന്റ്സ് കയറ്റിയത്. 1918 കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത്, ഡൽഹി ആദ്യമായിട്ട് വേദിയായത്. ഓക്കെ, ആ സമയത്ത് 1918 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച 2 സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് 1932 ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം.
ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ചു. 1933 തൊട്ടടുത്ത വർഷം നടന്ന കൽക്കട്ട സമ്മേളനം, അതും എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങളായിരുന്നു. 1934 25 അംഗങ്ങളെ വെച്ച് രൂപീകരിച്ച തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി, മേൽനോട്ടം വഹിക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരു പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. ഓക്കെ, 1934 25 അംഗങ്ങളെ ചേർത്തിട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുമതല വഹിക്കാൻ, മേൽനോട്ടം വഹിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. ഇത് പറയാൻ കാരണം, ഈ പാർലമെന്ററി ബോർഡിന്റെ ആദ്യ അധ്യക്ഷൻ, അതായിരുന്നു ചോദ്യം, ഈ പാർലമെന്ററി ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷൻ MA അൻസാരി ആയിരുന്നു. ആരാണ്? MA അൻസാരി. ഓക്കെ, MA അൻസാരിയാണ് ആദ്യ അധ്യക്ഷൻ. 1932 ന്യൂഡൽഹി സമ്മേളനം. ഓക്കെ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച 2 കോൺഗ്രസ് സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് 1932 ന്യൂഡൽഹി സമ്മേളനം, അടുത്തത് തൊട്ടടുത്ത വർഷം 1933 കൽക്കത്ത സമ്മേളനം. ഈ 2 വർഷങ്ങളും ആര് നിരോധിച്ചായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് MA അൻസാരി. സ്വതന്ത്ര ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ ചിഹ്നം, ആദ്യത്തെ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ ചിഹ്നം എന്തായിരുന്നു വെച്ചാല് നുകം വച്ച കാളകൾ. കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാണത്. 1978 കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമായി മാറുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കരുത് എന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾ ഓക്കെ 1888 അദ്ദേഹം എന്താണ്, മുസ്ലിങ്ങൾ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കരുത് എന്ന് അഭിപ്രായപ്പെട്ടു. അദ്ദേഹമാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അതുപോലെ തന്നെ 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്നൊരു സംഘടന അദ്ദേഹം ആരംഭിച്ചു. കോൺഗ്രസിനെതിരെ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഒന്നും കൂടി പറയാം, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഓക്കെ, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ അദ്ദേഹം ആരംഭിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ തന്നെ മറ്റൊരു സംഘടന ലണ്ടനില്, ഇതേപോലത്തെ ഒരു സംഘടന ലണ്ടൻ കേന്ദ്രമാക്കി 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ശാഖ ആരംഭിച്ചായിരുന്നു. ഓക്കെ, 1889 ലണ്ടൻ കേന്ദ്രീകരിച്ച് തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശാഖയുടെ പേരാണ് ബ്രിട്ടീഷ് കമ്മിറ്റി. അങ്ങനെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്, നമ്മുടെ രണ്ടാമത്തെ വിദേശി. ആരാണ് നമ്മുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി? വില്യം വെഡർബൺ. വില്യം വെഡർബൺ ആണ്. ആ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് വില്യം വെഡർബൺ ആണ്. ഓക്കെ, വില്യം വെഡർബൺ ആണ്. ഈ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ഒരു പത്രം പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ഈ ബ്രിട്ടീഷ് കമ്മിറ്റി 1890
പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാണ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ. അപ്പം 1890 ആ വർഷം ശ്രദ്ധിക്കുക. 1890 ബ്രിട്ടീഷ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ച, ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാണ് ഇന്ത്യ. ഇന്ത്യ. ഓക്കെ, ഇന്ത്യ. അപ്പൊ ബ്രിട്ടീഷ് കമ്മിറ്റി ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് ഇന്ത്യ. ഓക്കെ, പ്രസിദ്ധീകരിച്ച പത്രമാണ് ഇന്ത്യ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോ. അപ്പം ഇത്ര കുറെ പോയിന്റ്സ് നമുക്ക് എന്താണ്, അഡീഷണൽ പോയിന്റ്സ് നമുക്ക് ഇതിൽ എഴുതി വെക്കാം. പിന്നെ അവസാനമായിട്ട് കോൺഗ്രസിനെ കുറിച്ച് പറയാനുള്ളത്, കോൺഗ്രസിനെ കുറിച്ചുള്ള ഓരോ ആളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതും ഒരു തവണ വന്നായിരുന്നു. ഒരു വർഷം ഇതിനെ കുറിച്ചൊരു ചോദ്യം വന്നായിരുന്നു. ഏറ്റവും കൂടുതൽ വന്നത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളത് പറഞ്ഞു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയുന്നത് ഡഫ്രിൻ പ്രഭുവാണ്. ഓക്കെ, നമ്മളെ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്തിട്ട് ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടതാണ് ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്ന്. കാരണം ഇംഗ്ലീഷ് അറിയുന്ന കുറച്ച് ആൾക്കാരുടെ എന്തൊക്കെയാ അവിടെ കാണിക്കുന്ന ഒരു പരിപാടിയാണ് അത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, അങ്ങനെ ജവഹർലാൽ നെഹ്റു താല്പര്യമൊന്നും ഇല്ലാണ്ടാകുന്നുണ്ട്. അങ്ങനെ മോത്തിലാൽ നെഹ്റു പറയുന്നുണ്ട്, എന്താണ്, അദ്ദേഹത്തോട് ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യമേ മോത്തിലാൽ നെഹ്റു പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നുണ്ട്, അദ്ദേഹത്തിനോട് അവിടെ പോയിട്ടൊന്ന് പറയാം, നോക്കാം, സംസാരിക്കാനൊക്കെ, ഒന്ന് പങ്കെടുക്കാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് പങ്കെടുത്തപ്പോഴേ പിന്നീട് അദ്ദേഹം പറഞ്ഞായിരുന്നു അദ്ദേഹം അബ്രോഡിലേക്ക് തിരിച്ച് വിദേശത്തേക്ക് പോകണം, അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ മോത്തിലാൽ നെഹ്റു പറഞ്ഞായിരുന്നു അദ്ദേഹത്തെ മകനോട് ഇന്ത്യ മുഴുവനും ഒന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, മോത്തിലാൽ നെഹ്റുവിന്റെ ആഗ്രഹമായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ജവഹർലാൽ നെഹ്റു ആയിരിക്കണം പ്രധാനമന്ത്രി ആയിരിക്കണം. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ വാശി തന്നെയാണ് പിന്നീട് ജവഹർലാൽ നെഹ്റു രാഷ്ട്രീയത്തിലേക്ക് കടക്കാനും പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പൊതുവായ കുറെ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള അപ്പർ കാസ്റ്റ് ഉപരിവർഗക്കാരുടെ പരിപാടി. അങ്ങനെയാണല്ലോ കോൺഗ്രസ് തുടക്കത്തിൽ ആ ഒരു രീതിയിലാണല്ലോ പ്രവർത്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണല്ലോ ഈ മോഡറേറ്റ് മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം വരുന്നു. പിന്നെ അത് ഗാന്ധിജി വന്നിട്ട് സാധാരണ ജനങ്ങളും എല്ലാവരെയും കൂടി പങ്കെടുപ്പിക്കുന്ന ഒരു സംഘടനയായി മാറുന്നത്. യെസ്, ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഉപരിവർഗക്കാരുടെ പരിപാടി എന്നാണ് ജവഹർലാൽ നെഹ്റു അതിനെക്കുറിച്ചുള്ള ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അടുത്തത് നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് വിശേഷിപ്പിച്ചത്, ഇതിൽ അഭിപ്രായപ്പെട്ടത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. യെസ്. അടുത്തൊരു വ്യക്തിയുടെ ബാലഗംഗാധരത്തിലേക്ക് അഭിപ്രായം വിശേഷിപ്പിച്ചതാണ് വല്ലാത്തൊരു വലിയൊരു അവിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ചതുപോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു എല്ലാവരും ഒരു സ്വീകാര്യതയിൽ എടുത്തത്, എല്ലാവർക്കും ഒരു കൂടുതലായിട്ട് എല്ലാവർക്കും ഒരു ഒരു സംസാരത്തിലേക്ക് എത്തിയത്, ഒരു ചർച്ചകളിൽ എത്തിയത് ഇദ്ദേഹം വിശേഷിപ്പിച്ചായിരുന്നു. തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല. സത്യമാണ്. തുടക്കത്തില് മിതവാദികളുടെ കാലഘട്ടങ്ങളില് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെ കുറിച്ച്, കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നമ്മുടെ തീവ്ര ദേശീയവാദികളുടെ നേതാവായ ബാലഗംഗാധര തിലക് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്, തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ വിശേഷിപ്പിച്ചതാരാ? ബാലഗംഗാധര തിലക്. തവളകളെ പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് കാര്യമില്ല. സത്യല്ലേ? എന്തിനാണ് വർഷത്തിലൊരിക്കൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ വർഷത്തിലൊരിക്കൽ പോയിട്ട് അവർക്കൊരു നിവേദനമായിട്ട് എഴുതിക്കൊണ്ട് എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണമായിരുന്നു അവധിക്കാല വിനോദ പരിപാടി. അങ്ങനെ പറയാൻ കാരണം ഒരു ചായ കുടി, അവർക്കൊരു വിനോദത്തിനുള്ള ഒരു പരിപാടികളായിട്ട് മാത്രമാണ് കോൺഗ്രസ് സമ്മേളനം എന്ന് ഒരു ചായ സൽക്കാരം പോലെ, ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു ചായ സൽക്കാരം പോലെ, അല്ലെങ്കിൽ അവധിക്കാല വിനോദ പരിപാടി പോലെയാണ് കോൺഗ്രസ് സമ്മേളനം അവതരിപ്പിക്കുന്നത് എന്നൊരു
നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകാണ്. ഓക്കെ, ബാലഗംഗാധര തിലക്. മറ്റൊരു വിശേഷണം അശ്വനി കുമാർ ദത്താണ്. മൂന്ന് ദിവസത്തെ തമാശ, 3 ദിന തമാശ എന്ന് പറഞ്ഞില്ലേ. ഇവരൊക്കെ നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് തീവ്രദേശീയവാദികളായിരുന്നു. അവർക്ക് ഒരു താല്പര്യമില്ലായിരുന്നു തുടക്കത്തിൽ. 3 ദിന തമാശ എന്ന് വിശേഷിപ്പിച്ചത് അശ്വനി കുമാർ ദത്തായിരുന്നു. അടുത്തതാണ് നമ്മുടെ അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷ് തുടക്കത്തിൽ ഒരു തീവ്രദേശീയവാദിയും. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. കാരണം നമ്മുടെ ഈ എന്താണ് തീവ്രദേശീയവാദികളുടെ കുറച്ച് നമ്മുടെ ഒരു സംഘടനകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് അനുശീലൻ സമിതി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, അതിനു മുന്നേ നമുക്കൊരു വ്യക്തിത്വത്തെ കുറിച്ചും കൂടി പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പം അരവിന്ദ് ഘോഷ് പറഞ്ഞത് യാചകരുടെ സ്ഥാപനം ഇല്ല, യാചിക്കുന്ന സ്ഥാപനം. മനസ്സിലല്ലേ? കാരണം ആ 3 ദിവസം എന്താ നടക്കുന്ന, ബ്രിട്ടീഷുകാരോട് ഒരു ഭരണഘടനാപരമായ ആവശ്യങ്ങളാണ് മിതവാദികൾ ആവശ്യപ്പെടുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ യാചകരുടെ സ്ഥാപനം എന്നാണ് ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അരവിന്ദ് ഘോഷ് അഭിപ്രായപ്പെട്ടത്. ഓക്കെ, പിന്നെ പൊതുവെ ബ്രിട്ടീഷുകാർ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി, ഇല്ല രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ചായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാം. ഓക്കെ, ബ്രിട്ടീഷുകാർ പൊതുവെ വിശേഷിപ്പിച്ച് എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ചിലപ്പോ ഇൻഡിവിജ്വലി പറഞ്ഞ കാര്യങ്ങളല്ലാതെ പൊതുവെ ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി, അല്ലെ രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്നൊക്കെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാർ, കോമൺ ആയിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞതാണ്. ഓക്കെ, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കരുത് എന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം കോൺഗ്രസിനെതിരെ 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന ആരംഭിച്ച നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്നാണ്. ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആയുധമില്ലാത്ത ആഭ്യന്തര യുദ്ധത്തിലാണ് എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് എഴുതണ്ട ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. ഇന്നലത്തെ നോട്ട് എല്ലാവരും വായിച്ചോ? ഇസ ഹസൻ ഇന്നത്തെ നോട്ട് വായിച്ചോ? കാരണം ഇന്നലെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് നിങ്ങൾ കേൾക്കാത്ത കുറച്ച് ഏരിയകളായിരുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴും ഹിസ്റ്ററി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് നമ്മളെ ആ ഒരു ഒന്ന് പഠിക്കുന്ന രീതി അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മളോട് ഇന്നലെ തന്നെ വായിക്കാൻ പറഞ്ഞത്. എല്ലാ സബ്ജക്റ്റും, ഹിസ്റ്ററി മാത്രമല്ല, എല്ലാം അന്ന് തന്നെ പഠിച്ചാൽ നല്ലതായിരിക്കും. യെസ്, ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോർ നിങ്ങൾക്ക് അറിയാം. രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നാൽ അദ്ദേഹത്തിന്റെ സർപദവി ഉപേക്ഷിച്ച കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. 1861 മെയ് 7 അദ്ദേഹം ജനിച്ചു. 1861 മുതൽ 1941 വരെയാണ്. അതാണ് ഇത്രയും വലിയൊരു വ്യക്തിത്വം സ്വാതന്ത്ര്യം ലഭിക്കാത്തതിന് മുന്നേ തന്നെ അദ്ദേഹം മരിച്ചായിരുന്നു. ഓക്കെ, 1861 മുതൽ 1941 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം, ജീവിത കാലഘട്ടം. അദ്ദേഹം ജനിച്ചത് കൽക്കട്ടയിലാണ്. ജനിച്ച ദിവസം എന്ന് പറയുന്നത് 1861 മെയ് 7 മെയ് 7 അല്ലെ? പറഞ്ഞ പോയിന്റുകൾ വീണ്ടും പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ 1896 നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. 1905 അമർ സോണാർ ബംഗ്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ.
അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് വരും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഓക്കെ, കാരണം രവീന്ദ്രനാഥ് ടാഗോർ ചിലപ്പോ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ രവീന്ദ്രനാഥ് ടാഗോർ ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടാവും, പക്ഷെ നമ്മളത് ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനം രചിച്ച ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ ആണല്ലോ. അദ്ദേഹം 1911 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചു. അത് നിങ്ങൾക്കറിയാം. ആ ജനഗണമന പ്രസിദ്ധീകരിച്ച മാസികയുണ്ട്, അത് നമ്മൾ അന്ന് പറഞ്ഞില്ല. ആ ജനഗണമന പ്രസിദ്ധീകരിച്ച മാസികയാണ് തത്വബോധിനി പത്രിക. അതൊന്ന് എഴുതി വെച്ചോളൂ, തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രിക. ഓക്കെ, തത്വബോധിനി പത്രിക. ജനഗണമന പ്രസിദ്ധീകരിച്ച മാസിക ഏതാണെന്ന് ചോദിച്ചാൽ തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രിക. അതുപോലെ തന്നെ ആ ഗാനത്തിന്, ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ടാഗോർ എഴുതിയൊരു തലക്കെട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ തലക്കെട്ടിന്റെ പേരാണ് ഓക്കെ, അതായത് തലക്കെട്ടിന്റെ പേര് ഭാരതവിധാത. ഭാരതവിധാത. ഓക്കെ ആണല്ലോ, ഭാരതവിധാത. അദ്ദേഹം ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തു. ആ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ അദ്ദേഹം കൊടുത്ത പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന. ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. പ്ലീസ് അണ്ടർലൈൻ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഓക്കെ, മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ഭാനുസിംഹൻ. ഭാനുസിംഹൻ. ടാഗോറിന്റെ തൂലികാനാമമാണ് ഭാനുസിംഹൻ. 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 ടാഗോർ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കവിതയാണ് അഭിലാഷ്. ഈ അഭിലാഷും അച്ചടിച്ചു വന്ന മാസിക തത്വബോധിനി പത്രികയാണ്. അപ്പൊ തത്വബോധിനി പത്രികയെ കുറിച്ച് 2 പോയിന്റുകൾ വന്നു. ടാഗോറിന്റെ ആദ്യ കവിതയായ അഭിലാഷ് അച്ചടിച്ചു വന്നത് എവിടെയാണ്? തത്വബോധിനി പത്രികയിലാണ്. ജനഗണമന പ്രസിദ്ധീകരിച്ച പത്രികയും ഏതാണ്? മാസിക ഏതാണ്? തത്വബോധിനി പത്രിക. പ്ലീസ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആദ്യ കവിതാ സമാഹാരം കബി കാഹിനി. കബി കാഹിനി. കബി കാഹിനി. അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം കബി കാഹിനി. കബി കാഹിനി. ആദ്യത്തെ കവിത അഭിലാഷ്. ആദ്യത്തെ കവിതാ സമാഹാരം കബി കാഹിനി. ആദ്യത്തെ നാടകമാണ് വാൽമീകി പ്രതിഭ. വാൽമീകി പ്രതിഭ. വാൽമീകി പ്രതിഭ. വാൽമീകി പ്രതിഭ. ആദ്യത്തെ ചെറുകഥ ഭിഖാരിണി. ഭിഖാരിണി. ഭിഖാരിണി.
എന്താണ്? ഭിഖാരിണി. അപ്പൊ ആദ്യത്തേതായി. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കഥകളെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. യെസ്, ടാഗോറിന്റെ പ്രധാന കഥകൾ, അദ്ദേഹം എഴുതിയ കഥകളാണ് കാബൂളിവാല. ഒന്ന് കാബൂളിവാല, മറ്റൊന്ന് പോസ്റ്റ് മാസ്റ്റർ. കാബൂളിവാല, മറ്റൊന്നത് പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്റർ. പോസ്റ്റ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ പ്രധാന കഥകളാണ് കാബൂളിവാല, പോസ്റ്റ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് ഒന്ന് ഗോര. ഒന്ന് ഗോര. ഒന്ന് ഗോര. ഗോര. രണ്ടാമത്തത് ചതുരംഗ. ചതുരംഗ. നിങ്ങൾക്ക് ഈ ഒരു നോട്ട് തന്നെ മതി ഇനി ഡിഗ്രി ലെവൽ എക്സാം, പ്ലസ് ടു എല്ലാത്തിനും കേട്ടോ. ഈ പേഴ്സണാലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ, ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ, കാരണം എല്ലാ പോയിന്റ്സ് ഇതിൽ എടുക്കുന്നുണ്ട്. ഗോര ആൻഡ് ചതുരംഗ. അടുത്തത് ടാഗോറിന്റെ പ്രധാന കവിതകളാണ്. പറയട്ടെ? പറയാം. ആദ്യത്തെ പ്രധാന കവിതകളില് പ്രധാനപ്പെട്ട കവിത, എല്ലാരും അറിയുന്നതും നമ്മുടെ ഇന്ത്യക്കാരനും ഒരു ഏഷ്യക്കാരനും ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ കവിത ഗീതാഞ്ജലി. 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 മാനസി. മാനസി. ആദ്യമൊക്കെ ഇങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക്. ഇപ്പോഴങ്ങനത്തെ പേരുകളൊന്നും കാണുന്നില്ല. മാനസി. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ, മാനസി എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൊക്കെ അങ്ങനെ കാണുന്നില്ലല്ലോ. വല്ല പേരുകളൊക്കെ മാറിയില്ലേ? യെസ്, അപ്പൊ ഗീതാഞ്ജലി, മാനസി, പ്രഭാത സംഗീത്. പ്രഭാത സംഗീത്. ഓക്കെ, ശരി ശരി, ഞാൻ അറിയാത്തോണ്ടായിരിക്കും. പ്രഭാത സംഗീത്. അടുത്തത് പ്രഭാതം കഴിഞ്ഞ പിന്നെ സന്ധ്യയാണ് വരുന്നത്, സന്ധ്യാ സംഗീത്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഒന്ന് വായിക്കണേ കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് വായിക്കണം. ഗീതാഞ്ജലി, മാനസി, പ്രഭാത സംഗീത്, സന്ധ്യാ സംഗീത്. ടാഗോറിന്റെ ആത്മകഥ ജീവനസ്മൃതി. ടാഗോറിന്റെ ആത്മകഥ ജീവനസ്മൃതി. 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 ഇന്നലെ കുറച്ച് ആൾക്കാർ എന്താണ് റെസൊല്യൂഷൻ ഒന്നും പറഞ്ഞില്ല. ഇന്ന് കുറച്ച് ആൾക്കാർ പറയാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. രാവിലെ തന്നെ കുറച്ച് റെസൊല്യൂഷൻ ഒക്കെ പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ശിവരാജ് പറയുന്നുണ്ടോ? ഇല്ല, ആരും പറയാനില്ല. ആർക്കും പറയുന്നില്ല. ദീപ്തി ഇല്ല. രേവതി ആരും പറയുന്നില്ല. യെസ്, നിങ്ങൾ പറഞ്ഞ എന്തൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതൊന്നൊരു എന്താണ് ഒരു പ്രചോദനമൊക്കെ ആയി മാറും. ഇന്നലെ കുറച്ച് ആൾക്കാരൊക്കെ നല്ല 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 പോയിന്റുകളൊക്കെ ആയി പറഞ്ഞില്ലേ. നിങ്ങൾ ടൈം ടേബിൾ ഇന്നലെ ആരോ പറഞ്ഞു ടൈം ടേബിൾ ഒന്നും സെറ്റ് ചെയ്യില്ല. ആ ടൈം ടേബിൾ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണേ കേട്ടോ. കാരണം ക്ലാസ് കഴിഞ്ഞ് 2 മണിക്കൂർ, നിങ്ങൾക്ക് 4 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും? ഒരു 6 മണിക്കൂറും കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ടോട്ടൽ ഒരു 10 മണിക്കൂർ മിനിമം നിങ്ങൾ ഒന്ന് ടാർഗറ്റ് ചെയ്യണം ഒരു ദിവസം. ഒരു ദിവസം ഒരു 10 മണിക്കൂർ, 4 മണിക്കൂർ ക്ലാസ്, ദെൻ ഒരു 6 മണിക്കൂർ നിങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുന്നവരെ. അങ്ങനെ മതി. എന്നാലും PSCക്ക് അങ്ങനെ പഠിക്കണം, പഠിക്കാതെ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് എന്നിട്ട് പ്ലാൻ ചെയ്യാം.
ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്ന് നമ്മളടുത്ത് പറയാം. നിങ്ങൾ പറയുവാണെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്കും എന്താണ് അതൊരു ഹെൽപ്പ് ആയിരിക്കും. ഓൺലൈൻ ആയതുകൊണ്ടേ. യെസ്. അപ്പൊ ആരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും പറയുന്നില്ല. ആർക്കും ഒന്നുമില്ലേ? ശിവരാജിനൊന്നുമില്ലേ? ശിവരാജേ, ശിവരാജിനെ ഇവിടെ കാണുന്നത്. യെസ്. അടുത്ത നമുക്ക് ആ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണല്ലോ. ടാഗോറിന്റെ ഗീതാഞ്ജലി എഴുതിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1910 ടാഗോർ ഗീതാഞ്ജലി എഴുതുന്നത്. പ്രശസ്തമായ ഗീതാഞ്ജലി, ടാഗോറിന്റെ പ്രശസ്ത കൃതിയായ ഗീതാഞ്ജലി ടാഗോർ എഴുതിയത് അല്ലല്ലോ, രചിച്ചത് 1910. ഓക്കെ. ഗാന്ധി 1910 എഴുതി. അദ്ദേഹത്തിന് 1913 എന്ത് കിട്ടി? നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി. 1913 അങ്ങനെ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരന് പുറമെ ആദ്യത്തെ ഏഷ്യക്കാരനായി. അല്ലെ? ഇന്ത്യ എന്നാകുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ്. അങ്ങനെ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പം എഴുതിയത് 1910 ഓക്കെ. നോബൽ സമ്മാനം നേടിയത് 1913 3 വർഷം. ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ആരാണ്? ടാഗോർ തന്നെയാണ് കേട്ടോ. ടാഗോർ തന്നെയാണ്. ഗീതാഞ്ജലി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ്. മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഗീതാഞ്ജലിയായി. ആദ്യത്തെ കൃതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഗീതാഞ്ജലിയെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ടാഗോറിന് 1915 ജോർജ് അഞ്ചാമൻ രാജാവ് സർ ബഹുമതി നൽകിയായിരുന്നു. അല്ലെ? നമുക്ക് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ആ സർ പദവി ഉപേക്ഷിച്ചായിരുന്നു, അല്ലെ തിരിച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തത്, ആ സർ പദവി കൊടുത്തത്, ആ സർ ബഹുമതി കൊടുത്ത വർഷം ഏതാണ്? 1915. ആരാണത് കൊടുത്തതെന്ന് വെച്ചാല് ജോർജ് അഞ്ചാമൻ രാജാവാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. യെസ്. ഇനി അദ്ദേഹം ആരംഭിച്ച ശാന്തിനികേതൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശാന്തിനികേതൻ ആരംഭിച്ചത് 1901. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ശാന്തിനികേതൻ ആരംഭിച്ചത് 1901. അദ്ദേഹം ആരംഭിച്ച സർവകലാശാലയാണ് ടാഗോർ വിശ്വഭാരതി. അല്ലെ? വിശ്വഭാരതി സർവകലാശാല 1921 ഡിസംബർ 22. ഡിസംബർ 22 1921. 1921 ഡിസംബർ 22. 21 22 കേട്ടോ. 1921 ഡിസംബർ 22.
യെസ്. അടുത്തത്, ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു 1940 മരിക്കുന്നതിന് 1 വർഷം മുന്നേ. ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല നൽകി ആദരിച്ച വർഷം 1940. കാരണം നിങ്ങൾ ആ കാലഘട്ടം പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലെ. 41 അദ്ദേഹം മരിച്ചു. ഈ 41 മരിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓപ്ഷനിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ 41 ആയിരിക്കും. നിങ്ങൾക്ക് ആ 41 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അതാ പറഞ്ഞത്, ആ കാര്യം പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. ചെറിയൊരു ഓർമ്മ മതി. അതിനെന്താ വേണ്ടത്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ 10 മണിക്കൂർ പഠനത്തില് 6 മണിക്കൂർ നിങ്ങളുടെ പഠനത്തില് ഒരു ദിവസം മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. മാക്സിമം എത്രയായാലും കുഴപ്പമില്ല, മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്തിരിക്കണം. അല്ലേ ഹിസ? എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാറുണ്ട് ഹിസ? സർ ഒന്ന് ചെയ്താലായി. ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോ വായിക്കുമ്പോ തന്നെ സമയം കഴിയും. ഇതൊന്നും അങ്ങനെ ഒരു എക്സ്ക്യൂസും ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. ഒന്ന് ചെയ്താലായി എന്നൊന്നും പറയാൻ പാടില്ല. ഇനിയുള്ള ദിവസങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അതെ, എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നോ മിനിമം ആണ് ഞാൻ പറഞ്ഞത് 1. മാക്സിമത്തിന് ഞാൻ പറയുന്നില്ല, അത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്ര നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രമിക്കുക. അതിനാണ് നിങ്ങളുടെ ടൈം ടേബിൾ പറഞ്ഞത്. യെസ്. അപ്പൊ 1941 ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. അതാരാ? സിലബസ് വെച്ച് പഠിക്കുമ്പോൾ തീരാറില്ല. അതൊക്കെ തീരും. നമ്മളെ പ്രയോറിറ്റി ആണ് സിലബസ് വെച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരു മിനിറ്റ്, കാരണം ഇത് ഒരാൾ പറഞ്ഞതിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സിലബസ് ശരത്ത് പറഞ്ഞത്, നിങ്ങളിപ്പോ സിലബസ് വെച്ച് നിങ്ങൾ പഠിക്കുക, അതൊക്കെ ഫൈൻ, കുഴപ്പമില്ല. അതിന്റെ കൂടെ തന്നെ സിലബസ് വെച്ച് തയ്യാറാക്കിയ എന്തുണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ബാങ്കുകൾ നിങ്ങൾക്ക് കിട്ടും. ട്രിവാൻഡ്രത്തിലൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടായിരുന്നു, വീറ്റോടെ കണ്ടായിരുന്നു, ടാലന്റിന്റെ കണ്ടായിരുന്നു, ലക്ഷ്യയുടെ ഒക്കെ കണ്ടായിരുന്നു. അതൊരു ബുക്കായിട്ടാണ് ഇപ്പൊ അവർ ഇറക്കുന്നത് അല്ലെ, പണ്ടത്തെ പോലെയല്ല. അത് നിങ്ങൾ വാങ്ങിച്ച് സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ദെൻ തൊഴിൽ വാർത്തയിൽ വരുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതിൽ വരുന്നത് സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ നിങ്ങൾ നോക്കുക. അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? സിലബസ് വെച്ച് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏരിയകൾ വായിച്ചു തീർക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, മെറ്റീരിയൽ വായിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലോ, അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മറക്കത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് കുറെ കിട്ടും. അത് കുറെ കിട്ടുന്നുള്ളതാണ് എനിക്ക് കുറെ ആൾക്കാർ ആ ബുക്കൊക്കെ വീറ്റയുടെ ഒക്കെ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതോ 20 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞായിരുന്നു. അതിന് മറ്റേ കുറെ ഉണ്ട്. അല്ലേ, അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അതൊക്കെ. അപ്പൊ അത് ഞാനത് പറയാം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണം കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അത് സിലബസ് പ്രകാരമുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ അതിൽ വരും, ശരിയല്ലേ? കാരണം ഇത് പ്രിലിമിനറി എക്സാം അല്ലേ. കാരണം നമുക്ക് പ്രിലിമിനറി എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മളിപ്പോ നോക്കുന്നത്. അപ്പൊ അതിലിപ്പം നിങ്ങൾക്ക് ചെറിയൊരു ലിമിറ്റേഷൻ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊരു വലിയൊരു ബുക്ക് ഇറക്കാറുണ്ട്, റാങ്ക് ഫയൽ പോലത്തെ ഒരു സാധനം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം വരാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമോ? കാരണം എന്തുകൊണ്ടാ? പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് ഈ പ്രിലിമിനറി സിലബസിൽ വരാത്ത ടോട്ടൽ സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഹിസ്റ്ററി എടുക്കുന്നതിന് ആൻഷ്യന്റ് മിഡീവൽ വന്നു, വേൾഡ് ഹിസ്റ്ററി വന്നു. കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രിലിംസിൽ നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? മോഡേൺ ഇന്ത്യയിലും വലിയൊരു പാർട്ട് 1857 റിവോൾട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ മുന്നത്തെ എക്സാമിന് അങ്ങനെയല്ല. യൂറോപ്യന്മാരുടെ ആഗമനം മുതലേ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ ഇന്ത്യ ചരിത്രത്തിൽ നമ്മളെ 3 ചരിത്രങ്ങളുണ്ട്. നമ്മൾ ഇതിലില്ലാത്ത എന്താണ് പ്രാചീന ഇന്ത്യ ചരിത്രവും മധ്യകാല ഇന്ത്യ ചരിത്രവും. അത് പ്രിലിമിനറി മറ്റേ അടുത്ത എക്സാമിനാണ് നിങ്ങൾക്ക് അത് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് കുറെ സമയം കളയരുത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഹിസ്സ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. കാരണം നമ്മൾ ആ ഒരു പഴയ ഒരു ആ ബുക്ക് വെച്ചിട്ട് റാങ്ക് ഫയൽ പോലത്തെ ഒരു ബുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വലിയൊരു തടിച്ചൊരു ബുക്ക് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യനും നോക്കും അതിന്റെ ആൻസറും നോക്കും, ആ 4 ഓപ്ഷന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു ബുക്ക് ഉണ്ട് അല്ലെ. അത് നമുക്ക് ഇനി അത് നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും അല്ലെ. ശരിയല്ലേ? കറക്റ്റ് ആണോ? ഇല്ല നിങ്ങളും പറഞ്ഞോ. കാരണം അതെ, പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ഉള്ള ഇറങ്ങുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്സ് കൂടുതലും ഉള്ളത് മീൻസ് പണ്ട് മുതലേ നടന്നു വന്നിട്ടുള്ള ഒരൊറ്റ എക്സാം ഇല്ലേ, അതിന്റെ പാറ്റേണിലുള്ള സാധനങ്ങളാണ്. അതാണ് ഇപ്പൊ ഉള്ളത് പ്രശ്നം. അപ്പൊ അതിൽ മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ മലയാളം ഇംഗ്ലീഷ് ഒന്നുമില്ല. മാത്സിന്റെ ഭാഷയും പോർഷൻ ഭയങ്കര വൈൽഡ് ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഹിസ്റ്ററി ആണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത അതാണ്. കാരണം നമുക്ക് എല്ലാം ഫുൾ ആയിട്ടുള്ള ഇതാണ് വരിക. പക്ഷെ നമ്മൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ 2-3 ക്വസ്റ്റ്യൻ ബാങ്ക്സിന്റെ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എനിക്ക് വേറൊരു എടുക്കുന്ന ഒരു സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, നോക്കാൻ പോകുന്നുമില്ല, ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എക്സാം എഴുതുന്ന ആൾക്കാർ തൊഴിൽ വീതിയിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ പാറ്റേൺ അനുസരിച്ചാണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻ വരാറുണ്ട്. വരുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ 100ന്റെ 2 വരുന്നുണ്ടോ? അതെ, 100ന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ പാറ്റേൺ അനുസരിച്ചാ. യെസ്. അപ്പൊ റാഷിദ പറഞ്ഞ കാര്യം എല്ലാരും ഒന്ന് നോട്ട് ചെയ്യുക. തൊഴിൽ വീതിയിൽ അല്ലെ, അപ്പൊ തൊഴിൽ വാർത്തയിലും അങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇല്ലെങ്കിൽ തൊഴിൽ വീതി നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് 2 ക്വസ്റ്റ്യൻസ് കിട്ടും. 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് 200 ചോദ്യങ്ങൾ കിട്ടും അല്ലെ. 200 ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ റാഷിദ പറഞ്ഞതുപോലെ തന്നെ അത് ഇപ്പോഴത്തെ പാറ്റേണിലാണ്. അത് ഉറപ്പുള്ളൊരു കൺഫേം ആണ്. തൊഴിൽ വാർത്തയിലും ഉണ്ട്. മനോജ് പറയുന്നുണ്ട് തൊഴിൽ വാർത്തയിലും ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ അതൊന്ന് വെച്ച് നോക്ക്. കാരണം നമ്മൾ അങ്ങനെ നോക്കിയാൽ മതി. ഒരുപാട് എന്താ പറയാ പഴയ മോഡൽ നോക്കിയിട്ട് കാര്യമില്ല. കുറെ നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആവും. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു ഇതില് നിർബന്ധമാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അതിലൊരു കോംപ്രമൈസ് നിങ്ങളോട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യെസ്. അപ്പൊ നിങ്ങളിപ്പം റാഷിദ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. റാഷിദ പറഞ്ഞു, മനോജ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. തൊഴിൽ വാർത്തയിലും ഉണ്ട്, തൊഴിൽ വീതിയിലും ഉണ്ട്. ഓക്കെ. കാരണം നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആകുന്ന ഒരു സംഭവമായിരിക്കും. പിന്നെ അതിൽ വാങ്ങിച്ചാൽ നമുക്ക് കുറെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കിട്ടും. അതിന്റെ യൂണിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. മറ്റ് പുസ്തകങ്ങൾക്ക് 100 രൂപ എന്താണ് അവർ ചാർജ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പിന്നെ ഇവിടെ കണ്ണൂരായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ നോക്കിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഞാൻ ആരെങ്കിലും ചോദിക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിട്ട് നോക്കണം, നന്നായിട്ട് പഠിക്കണം. യെസ്. ടാർഗറ്റ് ടൈം ടേബിൾ സെറ്റ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും നിർബന്ധമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യണേ. യെസ്. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇത് ജസ്റ്റ് ഒന്ന് എനിക്ക് പറയാൻ തോന്നിയോണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അത് വേറെ ഒന്നും ബുദ്ധിമുട്ടായിട്ടൊന്നും വിചാരിക്കരുത്. യെസ്. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമുക്കത് നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും വായിക്കാനൊക്കെ. ഓക്കെ. അപ്പം എല്ലാവരും നന്നായിട്ട് വായിക്കും. യെസ്. അപ്പൊ നമ്മൾ എവിടെയാണ്? 1940. അപ്പൊ 40 നമുക്ക് ഓണറുടെ കാര്യം പറയുമ്പോൾ 40, അദ്ദേഹം മരിച്ചത് 41. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രിക്കി ആയിരിക്കും. അതിലാണ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നമുക്ക് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ടാഗോറിന് ഓക്സ്ഫോർഡ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 41. ഫസ്റ്റ് ഓപ്ഷൻ 41 ആയിരിക്കും, അത് ഷുവർ ആയിരിക്കും. ഏറ്റവും കൂടുതൽ അങ്ങനെയാണല്ലോ. PSC അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ടല്ലോ. ഒന്നിക്കൽ BO CA ആയിരിക്കും 40 തരുന്നത്. പക്ഷെ അപ്പൊ 41 നമ്മള് എന്താണ് മരിച്ചു എന്ന് ഉറപ്പിച്ച് നമുക്ക് അറിയുമെങ്കിൽ 41 നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്ന വെച്ചാല്
അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളത് അറിഞ്ഞില്ലെങ്കിലും ചെറിയൊരു നമ്മളെ ഓർമ്മയുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്കത് ചില ക്വസ്റ്റ്യൻസ് നമുക്കത് കിട്ടും. ഓക്കെ, കാരണം നമുക്ക് LDCയുടെ പ്രത്യേകത കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം എന്നറിയില്ല. പക്ഷേ നമ്മളെ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നമുക്ക് അല്ലെ 2 ഓപ്ഷൻ നമ്മളെ ഓർമ്മയുള്ള ഓപ്ഷൻ ആണെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് എന്താണ് വാരി വലിച്ച് പെട്ടെന്ന് എടുത്ത് കുത്താതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ഓപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓർമ്മയിലുള്ള ഓപ്ഷൻ നിങ്ങൾ ഒരിക്കലും എന്താണ് അത് എലിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ 41, 40 അത് പറഞ്ഞില്ലേ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി ഗീതാഞ്ജലിയെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഗീതാഞ്ജലി നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 41 കാര്യം പറഞ്ഞു. അപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ പറഞ്ഞതുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഒരു 2 ആർക്കിടെക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. നോക്കട്ടെ, ഞാൻ ഇത് പറ്റുവാണെങ്കിലേ കലാ സാഹിത്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞുതരാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മുടെ വൈശാഖ് സാറല്ലേ പറയുന്നത്, വൈശാഖ് സാർ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആർട്ട് ആൻഡ് കൾച്ചർ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ, ഞാൻ എടുക്കുന്ന ഏരിയ ആണ്. യെസ്. അപ്പൊ നമ്മള് ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ഒരു ആർക്കിടെക്ചറിനെ കുറിച്ച് 2 സ്ഥാപനങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ 2 പോയിന്റുകളുണ്ട്. അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. താജ്മഹലിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്നാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ബുദ്ധിമുട്ടില്ലല്ലോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? എന്തെങ്കിലും പറയണേ. ഇല്ല സർ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത്, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കണ്ടായിരുന്നു. ഇത് എനിക്കൊന്ന് 2-3 തവണ ഇത് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ ആര് വിശേഷിപ്പിച്ചു? രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചു. കാരണം താജ്മഹൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വാസ്തുശില്പമുള്ളൊരു അല്ലെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന്. ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചത്. ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു. അത്രക്കും ഭംഗിയാണ് അല്ലെ? ആ ഒരു മോണുമെന്റ് അത്രക്കും ഭംഗിയായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ച്. കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചത് താജ്മഹലിനെയാണെങ്കിൽ ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് ഏത് നിർമ്മിതിയെ കുറിച്ചാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ്. ഓക്കെ, ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ ഏറ്റവും കൂടുതൽ രവീന്ദ്രനാഥ് ടാഗോർ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ, രവീന്ദ്രനാഥ് ടാഗോറിനെ ഒരു റോൾ മോഡൽ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയിൽ കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു ആണ് എന്റെ ഗുരുനാഥൻ എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത്. എന്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിനെയാണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത്രക്കും ജവഹർലാൽ നെഹ്റു വലിയൊരു പേഴ്സണാലിറ്റി അല്ലെ, വലിയൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഗുരുനാഥൻ എന്ന് പറഞ്ഞ് രവീന്ദ്രനാഥ് ടാഗോറിനെയാണ് വിശേഷിപ്പിച്ചത്. എന്റെ ഗുരുനാഥൻ എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് 2 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് അദ്ദേഹം എന്റെ ഗുരുനാഥൻ എന്നാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് വലിയൊരു മനുഷ്യസ്നേഹി. ഇന്ത്യയുടെ മനുഷ്യസ്നേഹി എന്ന്, മഹാനായ മനുഷ്യസ്നേഹി എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോറിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ. പറയൂ. ആരോ ഒരാൾ എന്നെ വിളിച്ചല്ലോ, സാറിന് വിളിച്ചല്ലോ. പറയൂ, ആരാണ്? എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ? യെസ്, പറയൂ.
സർ എന്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റുവും അതേപോലെ തന്നെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞ ഗാന്ധിജിയാണോ? അല്ലല്ല അത് രണ്ടും ജവഹർലാൽ നെഹ്റു രണ്ടും ആണോ? ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടും ജവഹർലാൽ നെഹ്റു ഓക്കെ ആണ്. ഓക്കെ 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 ഓക്കെ. എന്റെ ഗുരുനാഥൻ എന്നും ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്നും വിളിച്ചതാരാണ്? ആ, ഇയാൾക്ക് ഡൗട്ട് വന്നല്ലേ, മഹാനായ കാവൽക്കാരൻ അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജി. ഗാന്ധി. ആ, അതാണ് ഓക്കെ ഓക്കെ. ചോദിച്ചു നന്നായി. അപ്പം തന്നെ അവിടെ അടുത്ത് എഴുതി വെക്ക്. അപ്പം തന്നെ അതിന്റെ അടുത്ത ലൈനിൽ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചോ. മഹാനായ കാവൽക്കാരൻ എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജി. എന്റെ ഗുരുനാഥൻ എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചതും ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്നും രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. മഹാനായ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഓക്കെ സർ. ഓക്കെ. അപ്പം ഇനി ഇദ്ദേഹം അറിയപ്പെടുന്നത്, വിശേഷിപ്പിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പൊതുവെ അറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. കവി ഗുരു എന്നറിയപ്പെടുന്നതും രവീന്ദ്രനാഥ് ടാഗോറാണ്. വിശ്വമഹാകവി. ഇപ്പൊ 3 പേരുകൾ പറയാം കേട്ടോ. ഗുരുദേവ്, കവി ഗുരു, വിശ്വമഹാകവി. 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 ഒന്നും കൂടി പറയാം. ഗുരുദേവ്, മഹാനായ കാവൽക്കാരൻ, അത് നമ്മുടെ ഗാന്ധിജി പറഞ്ഞായിരുന്നു. കവിഗുരു, വിശ്വമഹാകവി. 3 പോയിന്റ്സ്. ഗുരുദേവ്, കവിഗുരു, വിശ്വമഹാകവി. ഇനി നമുക്ക് ഒരു 2 പോയിന്റും കൂടി ഉണ്ട്. ഈ 2 പോയിന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തൊഴിൽ വാർത്തയിലോ തൊഴിൽ വീതിയിലോ കണ്ടായിരുന്നു. അത് ഒന്നത്തെ സംസ്കൃതി എക്സ്പ്രസ്. സംസ്കൃതി എക്സ്പ്രസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു തീവണ്ടിയാണ് അല്ലെ, സംസ്കൃതി എക്സ്പ്രസ്. എന്താണെന്ന് വെച്ചാല് 2010 രവീന്ദ്രനാഥ് ടാഗോറിന്റെ 150-ാം ജന്മവാർഷികത്തില് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പ്രദർശന തീവണ്ടിയാണ്. ഓടുന്ന തീവണ്ടിയല്ല, പ്രദർശന തീവണ്ടിയാണ്. ഓക്കെ, ഇതൊക്കെ നോർത്തിൽ ഉണ്ടാവാം, അതാണ് നമ്മളിത് അറിയാത്തത്. ഓക്കെ, അപ്പം സംസ്കൃതി എക്സ്പ്രസ് എന്താണ്? 2010 ആ വർഷം അണ്ടർലൈൻ ചെയ്യാം, 2010. അടുത്തതോ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 150-ാം ജന്മവാർഷികത്തില് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പ്രദർശന തീവണ്ടിയാണ് സംസ്കൃതി എക്സ്പ്രസ്. സംസ്കൃതി എക്സ്പ്രസ്. അടുത്തത് 150 രൂപ. 150 രൂപയുടെ എന്താണ് നാണയം പുറത്തിറക്കി. അതും സെയിം 150-ാം ജന്മവാർഷികത്തിൽ RBI 150 രൂപയുടെ നാണയം പുറത്തിറക്കി. 150-ാം ജന്മവാർഷികത്തില് RBI എന്താണ് 150 രൂപയുടെ നാണയം പുറത്തിറക്കി അല്ലെ. റിൻഷി, മനോജ്, സീമ, ഈ 3 പേരുകൾ കാണുന്നുണ്ട്, വിളിക്കുന്നതാണേ. എന്തെങ്കിലും ഒരു പോയിന്റ് പറയണോ? വിട്ടുപോയിട്ടുണ്ടോ? ഗ്രേസ് എന്താ കുറച്ചു ദിവസമായിട്ടൊന്നും മിണ്ടാത്തെ? സാർ ഈ ലാസ്റ്റ് പറഞ്ഞ 150 രൂപ കോയിൻ എപ്പോഴാ പുറത്തിറക്കിയെന്ന് പറഞ്ഞു? സെയിം 150-ാം ജന്മവാർഷികത്തില്. 150-ാം ജന്മവാർഷികത്തില്. എന്താ റിൻഷി ചോദിക്കേ? ഇല്ല സർ, അറിയാതെ കൈ തട്ടിയതാണ്. ഓക്കെ, ഫൈൻ. യെസ്, ഫൈൻ. അപ്പൊ നമ്മള് 150-ാം ജന്മവാർഷികത്തിൽ 2 കാര്യങ്ങൾ. അപ്പൊ ഞാൻ എപ്പോഴും ഈ ഇന്ന് പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച 2 പോയിന്റുകൾ അടുപ്പിച്ച് പറഞ്ഞു. 150 അടുപ്പിച്ച് പറഞ്ഞു. 150-ാം ജന്മവാർഷികം അടുപ്പിച്ച് പറഞ്ഞു. ആദ്യത്തെ നോവലുകളെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ കവിതാ സമാഹാരം, ആദ്യത്തെ നാടകം, ആദ്യത്തെ ചെറുകഥ.
പിന്നെ പ്രധാന കഥകള്, നോവലുകള്, പ്രധാന കവിതകള്, ആത്മകഥ. ഓക്കെ. പിന്നെ ആരംഭിച്ച 2 സംഘടനകള്, ഒരു സർവകലാശാല. ഗീതാഞ്ജലിയെ കുറിച്ച് നമ്മളെല്ലാം ഒരുമിച്ച് പഠിച്ചു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഏതാണ് നമുക്ക് സർപ്പദവി. സർപ്പദവി ജാലിയൻ വാലാബാഗിന്റെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ അത് നമ്മൾ ആ സമയത്ത് നിങ്ങൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ 3 ആൾക്കാരാണ് എന്താണ് ചെയ്തത്. 3 അല്ല, ശരിക്കും 4 ആൾക്കാരുണ്ട്. ഈ കൈസറായി ഹിന്ദ്, നമ്മുടെ സരോജിനി നായിഡു ഉണ്ട് കേട്ടോ. ശരിക്കും 2 ആൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കൈസറായി ഹിന്ദ്. പിന്നെ നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ, അല്ലെ, ചേറ്റൂർ ശങ്കരൻ നായർ. പിന്നെ ഒന്നുള്ളത് എന്താണ്, നമ്മുടെ സർപ്പദവി ആര് ഉപേക്ഷിച്ചു? രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു. അത് അന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പോയിന്റ് ഒന്നും എടുത്ത് പറയാത്തത്. പക്ഷേ ഏത് വർഷമാണ് സർപ്പദവി ലഭിച്ചത്? 1915-ലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രവീന്ദ്രനാഥ് ടാഗോർ പോയിന്റ്സ് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും പോയിന്റ് ക്ലിയർ ആണ് സർ. വീണ്ടും പറയണോ? ഓക്കെ, എന്തെങ്കിലും ഓക്കെ പോയിന്റ് സർ. വീണ്ടും പറയണം? ഓക്കെ, ഫൈൻ. എന്തെങ്കിലും ചോദിക്കണേ? ഓക്കെ ഓക്കെ, ഫൈൻ. നമുക്കില്ലേ ഈ കുറച്ച് ഗൂഢാലോചന കേസുകൾ, നമ്മൾക്ക് 2 പ്രധാനപ്പെട്ട 2 ഗൂഢാലോചന കേസുകൾ നമ്മൾ പറഞ്ഞത്. ഒന്ന് ഏതാണ്? ലാഹോർ ഗൂഢാലോചന. അത് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ലാഹോർ ഗൂഢാലോചന കേസ് നമ്മൾ പറഞ്ഞു. ഈ കോൺസ്പിറസീസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു ഏരിയ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കുറച്ച് റെവല്യൂഷണറി ആയിട്ടുള്ള കുറച്ചൊരു എന്താണ് തീവ്രവാദ സ്വഭാവമുള്ള 2-3 സംഘടനകളുണ്ട്. കുറേ ഒന്നുമില്ല, 2-3 സംഘടനകളേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരാനുള്ളത് അടുത്താണ്. ഒന്നെങ്കിൽ ഞാൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസും കൂടി കുറച്ച് ഏരിയയും കൂടി എടുത്തിട്ട് അതിൽ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞത്, ഒന്ന് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് മറ്റേ വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ചാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ പോളിസീസിനെ കുറിച്ച്. അവിടെ നമുക്ക് കുറച്ചുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് എഡ്യൂക്കേഷൻ കമ്മിറ്റികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു കംപ്ലീറ്റ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകാം? 1857 റിവോൾട്ട് തുടങ്ങാം. ദെൻ എന്താണ് സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് തുടങ്ങാം. എന്നിട്ട് ഞാൻ നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അത് ചെയ്തുതരാം. പക്ഷേ അത് മിക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, രാജാറാം മോഹൻ റായും കോത്താരി കമ്മീഷനും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയാ, ആ ഒരു ക്ലബിങ് ഒരിക്കലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലബിങ് ആകത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അങ്ങനെ തന്നെ പറയട്ടെ, അല്ലെങ്കിൽ ക്ലബ് ചെയ്ത് പറയണോ? ഐ മീൻ ഫോർ എക്സാമ്പിൾ, സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ഒരാളെ കുറിച്ച്, രാജാറാം മോഹൻ റായിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അതേ സമയം നാഷണൽ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പഠിക്കണോ? എന്തുകൊണ്ടാ പറയാൻ കാരണം? സെപ്പറേറ്റ് ആയിട്ട് മതി സർ. സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാം നമ്മൾ അതെ. ഇത് ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് നമ്മൾ ഇവിടത്തേക്ക് പോവാം. എഡ്യൂക്കേഷൻ പോളിസിയിലോട്ട് നമുക്ക് പോവാം. എഡ്യൂക്കേഷൻ പോളിസിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്ലാനിംഗ് കമ്മീഷനിലോട്ട് പോവാം. കാരണം സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ എന്താ പറയുക, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതാണ് ഒന്ന് പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അത് കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അത് നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വരുന്നത് നമ്മൾ എന്താണ് വരുന്നത് വെച്ചാൽ ഇതാണ്, എന്താണ് എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്രസിനെ കുറിച്ച് നമ്മൾ മാക്സിമം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1857 റിവോൾട്ടിലോട്ട് പോവാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങള് ഗൂഢാലോചന കേസുകൾ, അല്ലെ ഗൂഢാലോചനകൾ, അങ്ങനെ വേണമെങ്കിൽ എഴുതിയോ. നമ്മൾ പറഞ്ഞു, ഒന്ന് ലാഹോർ ഗൂഢാലോചന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ലാഹോർ ഗൂഢാലോചന. എന്താണ് ലാഹോർ ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1927 സൈമൺ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു, അല്ലെ? നിയമിച്ചതിന്റെ പ്രതിഷേധിച്ചില് പഞ്ചാബില് എന്താണ് ലാത്തി ചാർജ് നടന്നു. ആ ലാത്തി ചാർജ് നടന്നതിന്റെ പേരില് ആര് മരണപ്പെട്ടു? നമ്മുടെ ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നുണ്ട്. ആ സമയത്തെ പോലീസ് സൂപ്രണ്ടിനെ കൊല്ലുന്നതിന് പകരം അസിസ്റ്റന്റ് സൂപ്രണ്ടായ സാൻഡേഴ്സിനെ കൊല്ലുന്നുണ്ട്. ആ നടന്ന കോൺസ്പിറസി, ഗൂഢാലോചനയാണ് എന്ത് പറയുന്നത്? ലാഹോർ ഗൂഢാലോചന. പറഞ്ഞു കഴിഞ്ഞതാണ് ഇത്, പറഞ്ഞു കഴിഞ്ഞതാണ്. എല്ലാരും അന്ന് ഈ ഓക്കെ ആണല്ലോ? ഓർമ്മയുണ്ടല്ലോ? നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഗൂഢാലോചനയാണ് അലിപൂർ ഗൂഢാലോചന. അലിപൂർ ഗൂഢാലോചന 1908. ഇവിടെ നമുക്കൊരു പേഴ്സണാലിറ്റി പഠിക്കാനുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ്
സോറി, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായ അരവിന്ദ ഘോഷ്. ഓക്കെ, അദ്ദേഹമാണ് ഇതിൽ വരുന്നത്. നമുക്കത് പറയാം. അലിപൂർ ഗൂഢാലോചന കേസ് 1908. സർ, എന്ത് ഗൂഢാലോചന കേസാണ്? നെറ്റ് കട്ടായോണ്ട് കേട്ടില്ല. അലിപൂർ. ഓക്കെ സർ. യെസ്. എന്താണ് അലിപൂർ ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞാല് 1908 ഏപ്രിൽ 30 മുസാഫിർപൂർ ജില്ലയിലുള്ള മജിസ്ട്രേറ്റ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചു. ബുദ്ധിറാം ബോസ് ആൻഡ് പ്രഫുല്ല ചാക്കിയാണോ? ചില ബുക്കിൽ ചാക്കി എന്നൊക്കെ ഉണ്ടോ? പ്രഫുല്ല ചാക്കി. ഓക്കെ, അപ്പം ബുദ്ധിറാം ബോസും പ്രഫുല്ല ചാക്കിയും ആരെ കൊല്ലാൻ ശ്രമിച്ചു? 1908 ഏപ്രിൽ 30. പ്ലീസ് അണ്ടർലൈൻ ആ ഡേറ്റ്. മുസാഫിർപൂരിലുള്ള ജില്ലാ മജിസ്ട്രേറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ച കേസാണ് അലിപൂർ ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്നത്. ഈ കേസില് രണ്ടാൾക്കാരല്ല, കുറച്ചാൾക്കാരുണ്ട്. പക്ഷെ ഈ രണ്ടാൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ. ബുദ്ധിറാം ബോസും പ്രഫുല്ല ചാക്കിയും ആയിരുന്നു. പക്ഷെ പ്രഫുല്ല ചാക്കി എന്തായി? ആത്മഹത്യ ചെയ്തു. ബുദ്ധിറാം ബോസിനെ തൂക്കിക്കൊന്നു. അതുകൊണ്ട് എന്തായി? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തൂക്കിലേറ്റപ്പെട്ട നേതാവാണ് ബുദ്ധിറാം ബോസ്. അപ്പം പ്രഫുല്ല ചാക്കി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണല്ലോ, പിടിക്കുമെന്ന് ഉറപ്പായപ്പോ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. പ്രഫുല്ല ചാക്കി ബുദ്ധിറാം ബോസിനെ തൂക്കിക്കൊന്നു. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തൂക്കിലേറ്റപ്പെട്ടതാണ് ബുദ്ധിറാം ബോസ്. ഈ കേസില് അറസ്റ്റിലായ അരവിന്ദ ഘോഷാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയപ്പെടുന്നത്. അവൻ നിങ്ങൾ എഴുതണ്ടേ, അങ്ങനെ ബുദ്ധി കേന്ദ്രം എന്ന് എഴുതി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ അരവിന്ദ ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നു. അരവിന്ദ ഘോഷിന് വേണ്ടി കോടതിയിൽ വാദിച്ച നേതാവാണ് ആരായിരിക്കും? നല്ല കിടിലൻ മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു ആരാ പറഞ്ഞു? സോറി, കേട്ടില്ല. ഓക്കെ, അതന്നെ രാവിലെ ആയിട്ടേ ഉള്ളൂ ആ കോഴിക്ക്. യെസ്, CR ദാസ് അല്ലേ? അലിപൂർ കേസ് നിങ്ങൾക്ക് അറിയാലോ? അപ്പം മുസാഫിർപൂർ ജില്ലയിലുള്ള ജില്ലാ മജിസ്ട്രേറ്റിനെ വധിക്കാൻ ശ്രമിച്ച കേസാണ് 1908 അല്ലേ പറഞ്ഞത്? 1908. ഓക്കെ, 1908 ഏപ്രിൽ 30. ഇവിടെ നമുക്ക് അരവിന്ദ ഘോഷിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ അരവിന്ദ ഘോഷിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവം എന്താ അറിയോ? അരബിന്ദോ ആശ്രമം പോണ്ടിച്ചേരി. അവിടേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ നമുക്ക് അരവിന്ദ ഘോഷിനെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ ഇതിന് മറ്റൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ? 1872 ആഗസ്റ്റ് 15 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, എന്താണ് ആഗസ്റ്റ് 15? നമ്മുടെ ആഗസ്റ്റ് 15 ജന്മദിനമായി ആഘോഷിക്കുന്ന ദേശീയ നേതാവാണ് അരവിന്ദ ഘോഷ്. അതൊരു വലിയൊരു പ്രത്യേകതയല്ലേ? ഈ ഒരു ചോദ്യം ഞാൻ ഏതോ ഒരു ബുക്ക്ലെറ്റിൽ കണ്ടായിരുന്നു. ഓക്കെ, വർഷം പറയാം. ഓഗസ്റ്റ് 15 1872. 1872 മുതൽ 1950 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. 1872 മുതൽ 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയം. ഓക്കെ, അദ്ദേഹം എങ്ങനെയാണ്
നമ്മുടെ സ്വാതന്ത്ര്യ ആഗസ്റ്റ് 15 ജന്മദിനമായി ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനി അല്ലെ ദേശീയ നേതാവ് അങ്ങനെയൊക്കെ പറയാം, അരവിന്ദ ഘോഷ്. ഓക്കെ, ഇദ്ദേഹം ഞാൻ പറഞ്ഞായിരുന്നു ഇദ്ദേഹം ഒരു തീവ്ര ദേശീയവാദിയായിരുന്നു. അങ്ങനെ കോൺഗ്രസിലെ മിതവാദികളെ വിമർശിച്ചുകൊണ്ട് അരവിന്ദ ഘോഷ് ഒരു ലേഖനം എഴുതിയായിരുന്നു. അതായിരുന്നു ന്യൂ ലാമ്പ് ഫോർ ദ ഓൾഡ്. ന്യൂ ലാമ്പ് ഫോർ ദ ഓൾഡ്. ന്യൂ ലാമ്പ് ഫോർ ദ ഓൾഡ്. ഇദ്ദേഹത്തിന്റെ സംഘടനയുണ്ട്, അത് നിങ്ങൾ ഒരു സംഘടനയെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. താമരയും കഠാരയും, ലോട്ടസ് ആൻഡ് ഡാഗർ. അത് പറയാം, അടുത്ത പോയിന്റ് അതാ പറയാൻ പോകുന്നത്. ലണ്ടനിലെ വിദ്യാഭ്യാസ കാലത്ത്, ഇവരൊക്കെ ലണ്ടനിലാണ് പഠിച്ചിരുന്നത്. ലണ്ടനിലെ വിദ്യാഭ്യാസ കാലത്ത് അരവിന്ദ ഘോഷ് പ്രവർത്തിച്ചിരുന്ന രഹസ്യ വിദ്യാർത്ഥി സംഘടനയുണ്ട്. ലണ്ടനിലെ വിദ്യാഭ്യാസ സമയത്ത്, ലണ്ടൻ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ സമയത്ത് എന്ന് എഴുതിയാൽ മതി. അരവിന്ദ ഘോഷ് പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടനകളാണ്: ഒന്ന് ഇന്ത്യൻ മജ്ലിസ്. ഇന്ത്യൻ മജ്ലിസ്. ഇന്ത്യൻ മജ്ലിസ്. ഇന്ത്യൻ മജ്ലിസ്. മറ്റൊന്ന് ലോട്ടസ് ആൻഡ് ഡാഗർ, താമരയും കഠാരയും. സർ ഇത് രണ്ടും ലണ്ടൻ ആസ്പദമായിട്ടുള്ളത് തന്നെയാണോ? ഓക്കെ സർ. ഇത് സീക്രട്ട് ഓർഗനൈസേഷൻ ആണ് അദ്ദേഹത്തിന്റെ. ഈ താമരയും കഠാരയും കുറെ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് PSC മാത്രമല്ല ഞാൻ പറയുന്നത്, കുറെ എല്ലാ എക്സാമുകളിലും കൂടിയാണ് ഞാൻ പറയുന്നത്. താമരയും കഠാരയും അത് അങ്ങനെ തന്നെയാണ് ചോദിച്ചു കാണുന്നത്. താമരയും കഠാരയും എന്ന എന്താണ് രഹസ്യ സംഘടനയുടെ പ്രവർത്തിച്ച ദേശീയ നേതാവ് ആരാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദ ഘോഷാണ്. KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു അരവിന്ദ ഘോഷാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഏരിയ ഇത് കഴിഞ്ഞിട്ടേ നമ്മളൊരു ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാനത് പറയാം. നമ്മുടെ KM മുൻഷി ഉണ്ടല്ലോ, KM മുൻഷി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ പഠിച്ചില്ലേ KM മുൻഷി. KM മുൻഷിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് അരവിന്ദ ഘോഷാണ്. KM മുൻഷി. അത് നിങ്ങൾ ചോദിച്ചോ കേട്ടോ, അങ്ങനെ നെറ്റ് കട്ടായാലൊക്കെ നിങ്ങൾ പറയണം. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? അരവിന്ദ ഘോഷ്. വന്ദേ മാതരം അത് പറയുമ്പോൾ വന്ദേ മാതരം എന്റെ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് ഓർമ്മ വരണം കേട്ടോ. വന്ദേ മാതരം. അദ്ദേഹത്തിന്റെ 2 വാരികകളുണ്ട്, ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ബംഗാളി ഭാഷയിലുമാണ്. അദ്ദേഹം ഇംഗ്ലീഷിൽ ആരംഭിച്ച വാരികയാണ് കർമ്മയോഗി. ഇംഗ്ലീഷിൽ ആരംഭിച്ച വാരികയാണ് കർമ്മയോഗി. ഈ ബംഗാളി എന്ന പത്രം ആരംഭിച്ചതാരാ? പറയാൻ പറ്റുമോ? ബംഗാളി. ബംഗാളി. വെരി ഗുഡ്. ആരാ പറഞ്ഞോ? ആരാ പറഞ്ഞേ? പോരട്ടെ, ആ പറഞ്ഞാളെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ബാലഗംഗാധര തിലകൊന്നല്ല കേട്ടോ. ഇമ്പോസിഷൻ വേണോ? ഇമ്പോസിഷൻ വേണോ? തിലകിന്റെ ബംഗാളിയാണോ? തിലകിന്റെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കുന്ന 2 പത്രങ്ങളില്ലേ തിലകിൻ്റെത്?
കേസരി ആൻഡ് മറാഠ. കേസരി ഇൻ മറാത്തി, മറാഠ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബംഗാളി പഠിക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുണ്ട്. ബാനർജി, ബാനർജി ബംഗാളി, ബംഗാളി ബാനർജി. ഇനി പറയണ്ട, ബാനർജി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സുരേന്ദ്ര ബാനർജി നിങ്ങൾ പറയും. സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ അരവിന്ദ് ഘോഷ് ഇംഗ്ലീഷ് വാരികയാണ് കർമ്മയോഗി. അദ്ദേഹം ആരംഭിച്ച ബംഗാളി വാരികയാണ് ധർമ്മ. അതാണ് ധർമ്മ. ധർമ്മ, കർമ്മയോഗി ധർമ്മ, കർമ്മയോഗി ധർമ്മ. ഓക്കെ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കാം. കുറച്ചേ ഉള്ളൂ, രണ്ട് മൂന്ന് പുസ്തകങ്ങളല്ല, ഇനി രണ്ട് പോയിന്റ് കൂടി. പുസ്തകങ്ങളും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മള് അദ്ദേഹം സന്യാസിയായ വർഷം, പിന്നെ പോണ്ടിച്ചേരി, അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങള് ദ ലൈഫ് ഡിവൈൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ലൈഫ് ഡിവൈൻ, ദ ലൈഫ് ഡിവൈൻ, ദി മദർ, ദി മദർ, ദി മദർ, ദി മദർ, സാവിത്രി, സാവിത്രി ഒരു തീവ്ര ദേശീയ നേതാവായിരുന്നു. ഇനി ഭാവി അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹം ഒരു സന്യാസിയായിട്ട് ജീവിച്ചത് കേട്ടോ. യെസ്, സാവിത്രി, ദ ലൈഫ് ഡിവൈൻ, ദി മദർ, സാവിത്രി, ദ സീക്രട്സ് ഓഫ് വേദ, ദ സീക്രട്സ് ഓഫ് വേദ, ദ സീക്രട്സ് ഓഫ് വേദ, The Secrets of Veda, The Secrets of Veda, Essays on Gita, Essays on Gita, Essays on Gita, Essays on. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ സർ? നമ്മളെ ഗീത എസ്സേ ഇല്ലേ, എസ്സേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വേറെന്തോ കേട്ടു. കുഴപ്പമില്ല, അത് ചോദിക്കണം അങ്ങനെ. അത് നോർമലി ആർക്കാരും അങ്ങനെ ഒരു സംശയം വരും. എസ്സേസ് ഓൺ ഗീത, ഗീതയെ കുറിച്ചുള്ള എസ്സേകൾ, എസ്സേസ് ഓൺ ഗീത. സിന്തസിസ് ഓഫ് യോഗ, യോഗനെ കുറിച്ചുള്ള സിന്തസിസ്, സിന്തസിസ് ഓഫ് യോഗ. കിടിലം പുസ്തകങ്ങളാണ് പോലും കേട്ടോ, വായിച്ച ആൾക്കാർ പറഞ്ഞ. സിന്തസിസ് ഓഫ് യോഗ, സിന്തസിസ് ഓഫ് യോഗ. അതുകൊണ്ടാണ് ഈ കുറെ ആൾക്കാർക്ക് നമ്മൾ ഈ ഒരു ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ അരവിന്ദ് ഘോഷൊക്കെ കുറെ ആൾക്കാരുടെ വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ. അതിന് കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണെന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷൻ വന്നത് പുസ്തകങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. യെസ്, പോട്ടെ. അത് കഴിഞ്ഞു നമുക്ക് ഒരു ചോദ്യം വന്നുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. അത് അരവിന്ദ് ഘോഷ് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് സന്യാസിയായ വർഷം 1910. 1910 മുതൽ 40 വർഷം അദ്ദേഹം സന്യാസിയായിരുന്നു അല്ലെ? ആലോചിച്ച് നോക്കി, സന്യാസിയായ വർഷം. നിങ്ങൾ ഓർക്കണം. ആദ്യം അദ്ദേഹം ഒരു തീവ്ര ദേശീയവാദിയാണ്. അങ്ങനെ 1910 സന്യാസിയായി. അത് അരവിന്ദ് ഘോഷ് ആശ്രമം പോണ്ടിച്ചേരിയിലാണുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഈ മീര റിച്ചാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കണ്ട, പക്ഷേ അതിലൊരു പോയിന്റ് ഉള്ളത്, ഈ അരബിന്ദു ആശ്രമത്തിലെ അമ്മ അത് പറഞ്ഞിട്ട് പറയാം. അരവിന്ദ് ഘോഷിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയാണ് മീര റിച്ചാർഡ് കേട്ടോ. മീര റിച്ചാർഡ്, അരവിന്ദ് ഘോഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യ ആണ് മീര റിച്ചാർഡ്. ഈ മീര റിച്ചാർഡ് ആണ്
അരബിന്ദോ ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത്? ഓക്കെ, ഈ മീര റിച്ചാർഡ് ആണ് അരബിന്ദോ ആശ്രമത്തിലെ അമ്മ എന്നറിയപ്പെടുന്നത് കേട്ടോ, മീര റിച്ചാർഡ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ആ പോയിന്റുകൾ. ഓക്കെ, അലിപൂർ കോൺസ്പിറസി. ഇനി നമുക്കുള്ളത് തിരുനെൽവേലി ഗൂഢാലോചന 1911. തിരുനെൽവേലി നിങ്ങൾ കേട്ട് കാണും, വാഞ്ചിനാഥ അയ്യർ എന്നുള്ളൊരു പേര് നിങ്ങൾ കേട്ട് കാണും അല്ലെ? ഉണ്ട്. ആ തിരുനെൽവേലിയുള്ള ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് ആഷിനെ വധിച്ച കേസാണ് തിരുനെൽവേലി ഗൂഢാലോചന. തിരുനെൽവേലിയിലെ ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് ആഷി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കൊല്ലുകയായിരുന്നു കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ. ഇമ്പോർട്ടന്റ് ആണേ, മണിയാച്ചി റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ തിരുനെൽവേലിയിലെ ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് ആഷിയെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊലപാതകം ചെയ്തതാണ് തിരുനെൽവേലി ഗൂഢാലോചന. തിരുനെൽവേലി ഗൂഢാലോചന. ഇദ്ദേഹം മദ്രാസിലെ ഒരു നീൽകാന്ത് ബ്രഹ്മചാരിക്കൊപ്പം വാഞ്ചി അയ്യരും കൂടി സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട്, ഭാരതമാതാ അസോസിയേഷൻ. എവിടെ ഭാരതമാതാ അസോസിയേഷൻ? ആരാണ് ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്നുള്ളൊരു ചോദ്യം വന്നായിരുന്നേ. എവിടെയാണ്? മദ്രാസിലാണ്. ഒരാള് വാഞ്ചിനാഥ അയ്യർ, നിങ്ങൾക്കറിയാം. മറ്റേത് നീൽകാന്ത് ബ്രഹ്മചാരി. ഏതാണ് അസോസിയേഷൻ? ഭാരതമാതാ അസോസിയേഷൻ. ഇത് അരവിന്ദ് ഘോഷ് ഉണ്ടാക്കിയതാണോ സർ? അല്ലല്ല. ആഹാ, എടാ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് വന്നു. തിരുനെൽവേലി ഗൂഢാലോചന, വാഞ്ചിനാഥ അയ്യർ. ഓ, എവിടെ എന്ത് പറ്റി? നെറ്റ് കട്ടായതാണോ? ഇടക്ക് നെറ്റ് കട്ടായിട്ടുണ്ടായിരുന്നു, നെറ്റ് കട്ടായി പോയി. അപ്പൊ പറയണ്ടേ? പുതിയ വേണം സർ. പറയടേ, ഉറക്കത്തിലാണോ നിങ്ങൾ രാവിലെ? യെസ്, പറയുന്നത് തിരുനെൽവേലി ഗൂഢാലോചനയെ കുറിച്ചാണ്. 1911 തിരുനെൽവേലിയിലെ ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് ആഷിയെ, എല്ലാം അണ്ടർലൈൻ ചെയ്യണേ, തിരുനെൽവേലി അണ്ടർലൈൻ, റോബർട്ട് ആഷി അണ്ടർലൈൻ, മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചിനാഥ അയ്യര് കൊലപാതകം ചെയ്തു, കൊന്നു. ഈ കേസാണ് തിരുനെൽവേലി ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, തിരുനെൽവേലി കോൺസ്പിറസി. ഈ വാഞ്ചിനാഥ അയ്യരും നീൽകാന്ത് ബ്രഹ്മചാരി എന്ന വ്യക്തിയും കൂടി മദ്രാസിൽ ആരംഭിച്ച സംഘടനയാണ് ഭാരതമാതാ അസോസിയേഷൻ. ഏതാണ്? ഭാരതമാതാ അസോസിയേഷൻ. താങ്ക് യു സർ. യെസ്, അടുത്തത് ഡൽഹി 1919 ഡൽഹി ഗൂഢാലോചന. അതെന്നാ ചോദിക്കുന്നേ? നീഷ്മ. ആരാ പേര്? നീഷ്മ. എന്നാ നീഷ്മ ബാബുരാജ് പുത്തൻപുരയിൽ. എന്താണ്? പറയൂ. 1911. ഓ, റോഷൻ ചോദിച്ചതിനാണോ? ഇയർ ഏതാ സാർ? ഏതാണ് ഇയർ? 1911. തിരുനെൽവേലി ഗൂഢാലോചന 1911. അലിപൂർ ഗൂഢാലോചന 1908. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൽഹി ഗൂഢാലോചന. ഡൽഹി ഗൂഢാലോചന വർഷം 1912.
റാഷ് ബിഹാരി ബോസ്, മാറിപ്പോകരുത്, റാഷ് ബിഹാരി ഘോഷ് അല്ല, റാഷ് ബിഹാരി ബോസ് 1912 ഡിസംബർ 23 ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ, എവിടെയാണ് ചാന്ദിനി ചൗക്ക്, ഡൽഹി, അവിടെ വെച്ചിട്ട് ഹർഡിഞ്ച് രണ്ടാമൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പോയിന്റ് ഒന്ന് പറഞ്ഞേ, ആരാ പറയാ? ഹർഡിഞ്ച് രണ്ടാമൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു പോയിന്റ്, ഹിസ്റ്ററിയിൽ എന്ത് പോയിന്റ് ഓർമ്മ വരുന്നേ? റാഷിദ പറഞ്ഞു, റാഷിദ. റോഷൻ. അപ്പൊ ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ക്ലിയർ ആയില്ല. കഴ്സൺ എന്നല്ല. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ലോർഡ് കഴ്സൺ പ്രഭു. നിലവിൽ വരുമ്പോൾ ആരാണ്? മിന്റോ രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആരാണ്? ഹർഡിഞ്ച് രണ്ടാമന്. അങ്ങനെ 1912 ഡിസംബർ 23 റാഷ് ബിഹാരി ബോസ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ഹർഡിഞ്ച് രണ്ടാമനെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞ്. ഈ കേസാണ് എന്ത് കേസ് എന്നറിയപ്പെടുന്നത്? ഡൽഹി ഗൂഢാലോചന എന്നറിയപ്പെടുന്നത്. ഡൽഹി ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്നത്. ഡൽഹി ഗൂഢാലോചന കേസ്. ഓക്കെ, ഡൽഹി ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടോ? യെസ്. നമുക്ക് ഒന്നും കൂടി പറയട്ടെ. ഒരു ഗൂഢാലോചനയും കൂടി ഉണ്ട്. അത് സിമ്പിൾ ആണ്, പക്ഷെ അതിൽ വലിയ പോയിന്റ്സ് ഒന്നും ഇല്ല. അതിൽ ജസ്റ്റ് ചിലപ്പോൾ അത് ചോദിച്ചാലോ. നാസിക് ഗൂഢാലോചന 1909. 1909 നാസിക്. ഈ ജഡ്ജിമാരെയാണ് അധികം ആൾക്കാർ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഒന്ന് അനന്ത് ലക്ഷ്മൺ കൺഹറെ 1909, 1909. 1909 നാസിക് ഗൂഢാലോചന. നാസിക് ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ജോക്സണെ കൊലപാതകം ചെയ്തത്, അല്ലെ വധിച്ചത്, എന്ത് വേണമെങ്കിൽ എഴുതിക്കോ. ആനന്ദ് ലക്ഷ്മൺ കൺഹരെ. ആനന്ദ് ലക്ഷ്മൺ കൺഹരെ. ആനന്ദ് ലക്ഷ്മൺ കൺഹരെ. ആനന്ദ് ലക്ഷ്മൺ കൺഹരെ. അല്ലെ പറയാൻ പറ്റില്ല. ഈ LDC നമുക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല, അതാണ്. ഓക്കെ, ക്ലിയർനാ? മജിസ്ട്രേറ്റിന്റെ പേര് ജാക്സൺ അല്ല, ജോക്സൺ. ഓക്കെ. എടാ ഇന്നലെ ഈ രാജഗോപാലാചാര്യെ കുറിച്ച് എഴുതിയായിരുന്നോ? ഞാൻ മൗണ്ട് ബാറ്റനെ കുറിച്ചും രാജഗോപാലാചാര്യെ കുറിച്ചും. അദ്ദേഹത്തിന്റെ പാർട്ടി ഉണ്ട്, സ്വതന്ത്ര പാർട്ടി. എഴുതിയില്ലല്ലോ സർ. ഓക്കെ, നമുക്കത് എഴുതാം കേട്ടോ. അല്ല, എന്തായാലും ഇല്ലേ, ഇത് കഴിഞ്ഞിട്ട് എന്താണ് തീവ്ര ദേശീയ സംഘടനകളുണ്ട്, തീവ്ര ദേശീയ വിപ്ലവ സംഘടനകളുണ്ട്. ഒന്ന് അനുശീലൻ സമിതി, അഭിനവ് ഭാരത്, ഇന്ത്യ ഹൗസ്, പാരീസ് ഇന്ത്യ സൊസൈറ്റി. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാനുള്ളത്. ഒന്ന് മൗണ്ട് ബാറ്റനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ ഒന്നുമില്ല, സി രാജഗോപാലാചാര്യെ കുറിച്ച് പറയാനുള്ളത് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ച അദ്ദേഹമാണ്. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. അത് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത്, ഒരു പോയിന്റ് കുറച്ച് സംഘടനകളെ കുറിച്ച് പറയാനുള്ളത്, കോൺഗ്രസിന് മുന്നേ രൂപീകരിച്ച കുറച്ച് കോൺഗ്രസ് സംഘടനകളുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ച് സംഘടനകൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടി നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോഴ് ഈ എഴുതിയ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാവോ? ഒന്ന് വായിച്ചു നോക്കാവോ?
വായിച്ചോ? ഇതൊരു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കുറച്ച് ട്രിക്കിയാണത് വായിക്കാൻ പറയുന്നത് കേട്ടോ. കാരണം നിങ്ങളെ ഓർമ്മയിൽ ഒന്ന് കേറും. പിന്നെ അത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി വായിക്കുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. 14 ദിവസം. കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നം വേണല്ലേ? പറഞ്ഞുതരാലോ. 1978. 1978. ഓക്കെ, സോറി. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് പഠിക്കാൻ പോകുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ്, ഒരു സംഘടനകളെ കുറിച്ചാണ്. ഇന്ത്യയിലെ തീവ്ര ദേശീയ വിപ്ലവ സംഘടനകൾ ചോദിച്ചിട്ടുണ്ട്, കുറെ തവണ ചോദിച്ചിട്ടുണ്ട്, കുറെ സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തീവ്ര ദേശീയ വിപ്ലവ സംഘടനകളാണ്. ഇവര് വിപ്ലവത്തിന്റെ ആൾക്കാരാ. ഓക്കെ. നിങ്ങളെ അറ്റൻഡൻസ് ആണല്ലേ? ആയിക്കോട്ടെ. യെസ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് അനുശീലൻ സമിതിയാണ്. അനുശീലൻ സമിതി ഓക്കെ ആണല്ലോ? റെഡി? പറയുവാണേ. അനുശീലൻ സമിതി 1902 കൽക്കട്ട, ബംഗാൾ, അവിടെയാണ് അനുശീലൻ സമിതി സ്ഥാപിച്ചത്. ഓക്കെ. ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബംഗാളിലാണ്. ബംഗാളിലെ കൽക്കത്ത 1902. പ്ലീസ് അണ്ടർലൈൻ. ബംഗാള് 1902. ഇവരെ പേരുകൾ ഞാൻ പറയാം. ഒന്ന് ബംഗാളി പേരുകളാണ്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ജതീന്ദ്രനാഥ് ബാനർജി. ഈ പേരുകളൊക്കെ നമുക്ക് ഈ പുസ്തകങ്ങളല്ല, നമ്മളെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര എഴുതിയ കുറച്ച് പുസ്തകങ്ങൾ, അതിലൊക്കെ ഇവരെ പുസ്തക പേരുകളുണ്ട് കേട്ടോ. യെസ്, പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ. അത് കഴിഞ്ഞ് നിങ്ങൾ അറ്റൻഡൻസ് ഇട്ടോ. ജതീന്ദ്രനാഥ് ബാനർജി. അനുശീലൻ സമിതിയുടെ പ്രധാന നേതാക്കളുടെ പേരാണ് ജതീന്ദ്രനാഥ് ബാനർജി. ഭൂപേന്ദ്രനാഥ് ദത്ത. ഭൂപേന്ദ്രനാഥ് ദത്ത. പ്രമാദ്നാഥ് മിത്ര. ബരീന്ദ്ര കുമാർ ഘോഷ്. ഓക്കെ. അപ്പൊ ജതീന്ദ്രനാഥ് ബാനർജി, പേരുകൾ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ജതീന്ദ്രനാഥ് ബാനർജി, ഭൂപേന്ദ്രനാഥ് ദത്ത, പ്രമാദ്നാഥ് മിത്ര, ബരീന്ദ്ര കുമാർ ഘോഷ്, ഇവരാണ് അനുശീലൻ സമിതിയുടെ പ്രധാന നേതാക്കൾ. ഇവരുടെ മാസിക ഭയങ്കര എന്താണ്, പേരുകേട്ടൊരു മാസികയാണ്, യുഗാന്തർ. 1906 അനുശീലൻ സമിതി പ്രസിദ്ധീകരിച്ച മാസികയാണ് യുഗാന്തർ.
ഇവിടെ നമുക്ക് വേറൊരു പാർട്ടിയും കൂടി എന്താ അറിയോ, ഗദർ പാർട്ടി. അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ യുഗാന്തർ ആരുടെയാണ്? അനുശീലൻ സമിതിയാണ് കേട്ടോ. അനുശീലൻ സമിതിയുടെ പത്രമാണ്, മാസികയാണ് യുഗാന്തർ. ഏത് വർഷം? 1906. 1906. ഓക്കെ. അടുത്തത് ഗദർ പാർട്ടി. എഴുതിക്കോളൂ, ഗദർ പാർട്ടി. ഗദർ പാർട്ടി. ഗദർ പാർട്ടി. ഗദർ പാർട്ടി എന്താന്ന് വെച്ചാല് 1913 ലാലാ ഹർദയാൽ വിപ്ലവം എന്ന അർത്ഥമുള്ള, ഉറുദു ഭാഷയിലും പഞ്ചാബ് ഭാഷയിലും വിപ്ലവം എന്ന അർത്ഥം വരുന്ന 1913 ലാലാ ഹർദയാൽ സ്ഥാപിച്ച പാർട്ടിയാണ് ഗദർ പാർട്ടി. ഓക്കെ, ഗദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ്. പഞ്ചാബീസ് ആണ് മെയിൻ ആയിട്ടത്. ഓക്കെ, കാരണം ഇവിടെ യുഗാന്തർ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാരണം, അടുപ്പിച്ചടുപ്പിച്ച് പറയുന്നത്. അപ്പം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ, ഒരു തവണ അത് ചോദിച്ചിട്ടുണ്ട്, സാൻ ഫ്രാൻസിസ്കോ ചോദിച്ചിട്ടുണ്ട്, സാൻ ഫ്രാൻസിസ്കോ. ഓക്കെ, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദർ പാർട്ടി. ആരാണ് സ്ഥാപകൻ? ലാലാ ഹർദയാൽ. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അതിന്റെ ആദ്യത്തെ പേര് പറയാം, ഒന്നും കൂടി പറയാം. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ കുടിയേറ്റക്കാരായ തീവ്ര ദേശീയവാദികളുടെ സംഘടനയാണ് ഗദർ പാർട്ടി. ഒന്ന്, ഈ ഗദർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഉറുദു ഭാഷയിൽ, പഞ്ചാബ് ഭാഷയിൽ ഇത് അർത്ഥം വിപ്ലവം എന്നാണ്. വിപ്ലവം നമ്മൾ പറഞ്ഞില്ലേ, വിപ്ലവം ജയിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഓർമ്മയില്ലേ? യെസ്, 1913 രൂപീകരിച്ചത്. ഈ വർഷം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ചിലപ്പോൾ ചോദിക്കുന്നു, വേറൊന്നും ചോദിക്കും, ചിലപ്പോൾ ഈ വർഷം ചോദിക്കും. ഓക്കെ, ലാലാ ഹർദയാലാണ് സ്ഥാപകൻ. The founder of Ghadar Party, Lala Hardayal, was also the first general secretary. First general secretary മാരാണ് ലാലാ ഹർദയാൽ. ആദ്യത്തെ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാൽ. ആദ്യത്തെ പ്രസിഡന്റ് സോഹൻ സിംഗ് ബക്ന. 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 എന്താ റിൻഷി ചോദിക്കേ? ഒന്നുമില്ല. ഗദർ പാർട്ടിയുടെ ആദ്യത്തെ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. ആദ്യത്തെ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ?
യെസ്, ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയില് യുഗാന്തർ ആശ്രമം. മാറിപ്പോകരുത്. അപ്പൊ നമ്മുടെ യുഗാന്തർ മാസിക ആരുടേതായിരുന്നു? അനുശീലൻ സമിതി. ഇവിടെ യുഗാന്തർ ആശ്രമം ആരുടേതായിരുന്നു? ഗദ്ദർ പാർട്ടി. ഓപ്ഷൻ വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. അതിനാണ് ഇത് രണ്ടും ഒരുമിച്ച് പറയാൻ കാരണം. ഒരു ഒറ്റ മിനിറ്റ്, നിങ്ങളൊന്ന് വായിക്കേ, കുറച്ച് വരാം. ഒരു മിനിറ്റ്. സംശയങ്ങൾ വന്നോ? എന്താണ് സംശയങ്ങൾ? ചോദിക്കൂ. 1900 ഗദ്ദർ പാർട്ടി. റിൻഷിക്ക് എന്താണ് കറണ്ട് പോയതാണോ അല്ലെങ്കിൽ കണക്ഷൻ പോയതാണോ? എന്താന്നല്ല, ഇന്ന് ഫുള്ള് കട്ടായോണ്ടാണ്. ശരി. പാർട്ടിയുടെ ഇയർ എത്രയാന്ന് ചോദിച്ചതാണ്. യെസ്, ബാക്കിയൊക്കെ കേട്ടായിരുന്നോ? കേട്ടായിരുന്നു സർ. അപ്പൊ അവസാനം പറഞ്ഞ പോയിന്റ് മാറിപ്പോയത്. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം എവിടെയാണ്? സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ എന്താണ് അറിയപ്പെടുന്നത്? യുഗാന്തർ ആശ്രമം. നമ്മൾ യുഗാന്തർ പഠിച്ചത് എന്താ? എവിടെയാണ് യുഗാന്തർ നമ്മൾ ഇതിനു മുന്നേ പഠിക്കുന്നത്? അനുശീലൻ സമിതിയുടെ ആസ്ഥാനമായിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാഗസിൻ, അനുശീലൻ സമിതിയുടെ മാസികയാണ് എന്ത്? യുഗാന്തർ. ഇവിടെ എന്താണ് യുഗാന്തർ ആശ്രമം? നമ്മുടെ ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം. എവിടെയാണ് ആസ്ഥാനം? സാൻ ഫ്രാൻസിസ്കോയിലെ യുഗാന്തർ ആശ്രമം. ഓക്കെ. ഗദ്ദർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം 1915. കേട്ടോ? ഗദ്ദർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം 1915. നമ്മൾ ഈ ലാലാ ലജ്പത് റായ് ഇതിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലാലാ ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരു ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ഗദ്ദർ പാർട്ടിയുടെ വാരിക ഗദ്ദർ തന്നെയാണ് കേട്ടോ. ഗദ്ദർ പാർട്ടിയുടെ വാരിക ഗദ്ദർ. എന്താണ് ഗദ്ദർ വാരികയുടെ മുദ്രാവാക്യം? എന്താണെന്നറിയോ? ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു, അംഗ്രേസി രാജ് കാ ദുഷ്മൻ. അതാണ് മുദ്രാവാക്യം. അംഗ്രേസി രാജ് കാ ദുഷ്മൻ, ഗദ്ദർ. അപ്പം ഗദ്ദർ പാർട്ടിയുടെ വാരിക ഗദ്ദർ തന്നെയാണ്. യുഗാന്തർ എന്ന് മാറിപ്പോകരുതേ, ഒരിക്കലും അത് മാറാൻ പാടില്ല. യുഗാന്തർ എന്താണ്? യുഗാന്തർ ആശ്രമം ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനമാണ്. എവിടെ? സാൻ ഫ്രാൻസിസ്കോയിൽ. യുഗാന്തർ എന്ന മാസിക ആരുടേതാണ്? അനുശീലൻ സമിതിയുടേതാണ്. മാറിപ്പോകരുത്. ഓക്കെ. ഇതിന്റെ പരസ്യമുണ്ട്, ഭയങ്കര പരസ്യമാണ് ഇതിന്റെ. ഗദ്ദർ പാർട്ടിക്ക് ഇന്ത്യയിലേക്ക് ധീരമായ സൈനികരെ ആവശ്യമുണ്ട്. അവർക്കുള്ള ശമ്പളം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു. ഹിന്ദി വേണ്ടല്ലോ? ഹിന്ദി വേണോ? ബ്രിട്ടീഷ് ഭരണത്തിന്റെ ശത്രു, അത് മതി.
അവരുടെ ഗദ്ദർ പാർട്ടിയിലെ ഗദ്ദർ വാരികയിലെ ഇവരുടെ പരസ്യം എന്താ അറിയോ? ഇതാണ് പരസ്യം. ആവശ്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ കേട്ടിരുന്നു. ഗദ്ദർ പാർട്ടിക്ക് ഇന്ത്യയിലേക്ക് ധീരന്മാരായ സൈനികരെ ആവശ്യമുണ്ട്. അവർക്കുള്ള ശമ്പളം മരണം, പെൻഷൻ സ്വാതന്ത്ര്യമാണ്. അവർക്കുള്ള വില രക്തസാക്ഷിത്വം, യുദ്ധഭൂമി ഇന്ത്യ. ഇതുകൊണ്ടാണ് ഈ ഒരു ഗദ്ദർ പാർട്ടിയും ഗദ്ദർ വാരിയൊക്കെ വളരെ ഇതാകാൻ കാരണം, പ്രശസ്തമാകാനുള്ള കാരണം. അപ്പൊ ഗദ്ദർ പാർട്ടി 1913 ലാല ഹർദയാലാണ് സ്ഥാപകൻ. ജനറൽ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ്. സോഹൻ സിംഗ് ബക്ന അതാണ് ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, ലാല ഹർദയാലിന്റെ രാഷ്ട്രീയ ഗുരുവാണ് ലാല ലജ്പത് റായ്. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? യുഗാന്തർ ആശ്രമം, സാൻ ഫ്രാൻസിസ്കോ. ക്ലിയർ നാ? ഓക്കെ, യെസ്. ദെൻ ബാക്ക് ടു നമ്മൾ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ ഇനി വരുന്നത് അഭിനവ് ഭാരത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും, നന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. അഭിനവ് ഭാരത് ആരുടേതാണ്? അഭിനവ് ഭാരത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം, സീമൊക്കെ നന്നായിട്ട് അറിയാനുള്ള കാര്യം, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. യെസ്, വിനായക് ദാമോദർ സവർക്കർ മാത്രമല്ല, സവർക്കർ സഹോദരങ്ങൾ, അവിടെയാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. വിനായക് സവർക്കറും ഗണേഷ് സവർക്കറും കൂടി 1904 എവിടെയാണ്? നാസിക്കില്. എവിടെയാണ്? നാസിക്കില് ആരംഭിച്ച സൊസൈറ്റി അല്ലെ സംഘടനയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. 1904 നാസിക്കില് വിനായക് സവർക്കർ ആൻഡ് ഗണേഷ് സവർക്കർ. ഓക്കെ, ഈ അഭിനവ് ഭാരതിന് മുന്നേ ഉണ്ടായ ഈ സെയിം അസോസിയേഷൻ എന്താണ്? മിത്രമേള. ഓക്കെ, അപ്പൊ മിത്രമേള സെയിം ആണ്, ഇവർ തന്നെയാണ് കേട്ടോ. മുൻഗാമി എന്നാണ് അറിയപ്പെടുന്നത്. അഭിനവ് ഭാരതിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഏത്? മിത്രമേള. ഓക്കെ, അടുത്തത് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. അറിയാം നിങ്ങൾക്ക്? ഈ പേര് പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരാളെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ അല്ലെ? പാരീസ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെ സീമ? അറിയില്ല, ഞാൻ കേട്ടില്ല ഇതുവരെ. അപ്പൊ എഴുതിക്കോളൂ. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്ത്യയിൽ ഹോം റൂൾ മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഹോം റൂൾ മൂവ്മെന്റ്. അങ്ങനെ ഇന്ത്യയിലെ ഹോം റൂൾ സൊസൈറ്റിയുടെ ശാഖയായി പാരീസില് 1905 മാഡം ഭിഖാജി കാമ. ആരാണ്? ഭിഖാജി കാമ. അറിയാലോ നിങ്ങൾക്ക്, ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിഖാജി കാമ. അതിപ്പോ എഴുതല്ലേ, നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം 1905 ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ശാഖയായി പാരീസിൽ ആരംഭിച്ച സംഘടനയാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. അപ്പം പാരീസ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? മാഡം ഭിഖാജി കാമ. ഓക്കെ, പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മറ്റു നേതാക്കള് 1905 ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയുടെ ശാഖയായി പാരീസിൽ മാഡം ഭിഖാജി കാമ സ്ഥാപിച്ച സംഘടനയാണ് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മറ്റു നേതാക്കളുടെ പേരും കൂടി നിങ്ങൾ എഴുതിക്കോളൂ. ബി ഗോദ്രേജ്. ആരാണ്? ബി ഗോദ്രേജ്.
SR റാണ. മറ്റൊരാളെ പേര് SR റാണ. SR റാണ. അടുത്ത പേരെന്താണ്? SR റാണ. ഓക്കെ, SR റാണ. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച മാസികയാണ് വന്ദേ മാതരം. ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ, വന്ദേ മാതരം. നമ്മള് അനുശീലൻ സമിതിയുടെ മാസിക യുഗാന്തർ, ഗദ്ദർ പാർട്ടിയുടെ മാസിക ഗദ്ദർ, പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാസിക വന്ദേ മാതരം. ഓക്കെ, വന്ദേ മാതരം. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. എപ്പോഴാണെന്നറിയോ? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ട് എന്നൊരു സ്ഥലമുണ്ട്, സ്റ്റട്ട്ഗാർട്ട്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ നടന്ന രണ്ടാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ ദേശീയ പതാക മാഡം ഭിക്കാജി കാമ ഉയർത്തിയത്. ഒന്നും കൂടി പറയാം. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ, ജർമ്മനിയാണ് ഇമ്പോർട്ടന്റ്, സ്റ്റട്ട്ഗാർട്ടിലൊന്നും ചോദിക്കത്തൊന്നുമില്ല. രണ്ടാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ പതാക മാഡം ഭിക്കാജി കാമ ഉയർത്തി. ഇന്ത്യക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടതും അതേ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പൊ 1907 എവിടെയാണ്? ജർമ്മനിയിൽ നടന്ന രണ്ടാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ചിട്ട് മാഡം ഭിക്കാജി കാമ എന്താവശ്യപ്പെട്ടു? ഇന്ത്യക്ക് സ്വയംഭരണം, ഹോം റൂൾ. നമ്മള് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തില് ഇതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മളെന്ത് പറയും? സിലബസിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് ചോദിച്ചത്. KS നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വന്നൊരു ചോദ്യമാണ്, ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണെന്ന് പറഞ്ഞൊരു ചോദ്യമാണ്. ഓക്കെ, പ്രധാനമായിട്ട് ആ ഒരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ പേഴ്സണാലിറ്റീസ് പഠിപ്പിക്കുന്നത് വാരികകള് മാസികകളൊക്കെ പഠിപ്പിക്കാൻ കാരണം. ഇപ്പം 1907 രണ്ട് പ്രത്യേകതകളുണ്ട്. ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരി ത്രിവർണ പതാക ഉയർത്തിയത്. ഈ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 2019 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. VEO. യെസ്. അപ്പം മാഡം ഭിക്കാജി കാമ അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ബന്ദി ജീവൻ. ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതെന്നറിയോ? ബന്ദി ജീവൻ. ബന്ദി ജീവൻ. ഈ ബന്ദി ജീവൻ എഴുതിയത് സജീന്ദ്രനാഥ് സന്യാൽ. സജീന്ദ്രനാഥ് സന്യാൽ ആരാണ്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സജീന്ദ്രനാഥ് സന്യാൽ മാനിഫെസ്റ്റോ, റവല്യൂഷണറി എന്ന മാനിഫെസ്റ്റോ എഴുതി ഓർമ്മയില്ലേ? HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, റവല്യൂഷണറി. മറ്റേതായിരുന്നു? ഫിലോസഫി ഓഫ് ബോംബ്, ഭഗവതി ചരൺ വോറ. ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റണം.
കേട്ടോ? കേട്ടില്ല എന്നാ? ആരും എന്തോ പറഞ്ഞല്ലോ അതിലൊക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പം ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിഖാജി കാമ. ഇന്ത്യൻ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബന്ദി ജീവൻ. സജീന്ദ്രനാഥ് സന്യാലാണ് ബന്ദി ജീവൻ എഴുതിയത്. യെസ്. നമുക്കിനി അടുത്ത ഒരു സംഘടന ഉള്ളത് ഇന്ത്യ ഹൗസ്. ഇത് നിങ്ങൾക്കറിയാം. ആയിരത്തി 1905 ശ്യാംജി കൃഷ്ണവർമ്മ. 1905 ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനില് ഇന്ത്യൻ ദേശീയ തീവ്ര ദേശീയ വിപ്ലവവാദികളുമായിട്ട് സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യ ഹൗസ്. അപ്പൊ നോട്ട് ദ ഇയർ. 1905. ആരാണ് ആരംഭിച്ചത്? ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മ എവിടെയാണ് ആരംഭിച്ചത്? ലണ്ടനിൽ. ലണ്ടനിൽ ആരംഭിച്ച തീവ്ര ദേശീയ വിപ്ലവ സംഘടനയാണ് ഏതാണ്? ഇന്ത്യ ഹൗസ്. ഈ ശ്യാംജി കൃഷ്ണവർമ്മ ആരംഭിച്ച മാസികയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. 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 ഇതിലെ അംഗമായിരുന്നു മദൻലാൽ ദിൻഗ്ര. മദൻലാൽ ദിൻഗ്ര. മദൻലാൽ ദിൻഗ്രയുടെ പ്രത്യേകത ലണ്ടനിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ പ്രഭുവല്ല, കഴ്സൺ വൈലിയെ വെടിവെച്ചു കൊന്നു. 1909 കൊന്നത്. ആ മദൻലാൽ ദിൻഗ്ര ഈ ഇന്ത്യ ഹൗസിലെ അംഗമായിരുന്നു കേട്ടോ. മദൻലാൽ ദിൻഗ്ര കുറെ സ്ഥലങ്ങളിൽ പറഞ്ഞൊരു പേരാണ് മദൻലാൽ ദിൻഗ്ര. മദൻലാൽ ദിൻഗ്ര. അപ്പൊ അനുശീലൻ സമിതി പറഞ്ഞു, ഗദ്ദർ പാർട്ടി പറഞ്ഞു, അഭിനവ് ഭാരത് പറഞ്ഞു, പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പറഞ്ഞു, ഇന്ത്യ ഹൗസ്. ഇന്ത്യ ഹൗസ്. ഇന്ത്യ ഹൗസ്. സർ, ഇന്ത്യ ഹൗസ് ഒന്നുകൂടെ ഓടിച്ചു പറയാവോ? ഇടക്കിടക്ക് കേട്ടിരിക്കൂ. 1905 ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടൻ ആസ്ഥാനമായിട്ട് ലണ്ടനിലാണ് ആരംഭിച്ചത്. ലണ്ടനിൽ ആരംഭിച്ച ഇന്ത്യക്കാരുടെ ദേശീയവാദികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യ ഹൗസ്. ആ ഇന്ത്യ ഹൗസിന്റെ മാസികയാണ് ശ്യാംജി കൃഷ്ണവർമ്മ ആരംഭിച്ച മാസികയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ചോദിച്ചായിരുന്നേ. അപ്പം പത്രം ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. ഈ 1909 ഇന്ത്യ ഹൗസിലെ അംഗമായിരുന്ന മദൻലാൽ ദിൻഗ്ര ലണ്ടനിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കഴ്സൺ വൈലിയെ വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരനാണ് മദൻലാൽ ദിൻഗ്ര. മദൻലാൽ ദിൻഗ്ര. ക്ലിയർ ആണോ? ഈ അവസാനം പറഞ്ഞ തീവ്ര ദേശീയ വിപ്ലവ സംഘടനകളില് ഏതെങ്കിലും ഒരു പോയിന്റ് ആർക്കെങ്കിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും? സീമ, സൗമ്യ, ആർക്കെങ്കിലും വേണോ? കേട്ടില്ല. ഡൽഹി ഗൂഢാലോചന കേസ് ഒന്നുകൂടെ പറയാമോ? പറയാം. ഡൽഹി ഗൂഢാലോചന 1912
ഡിസംബർ 23 റാഷ് ബിഹാരി ബോസ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് നമ്മുടെ വൈസ്രോയി ഹർഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ചു. കൊല്ലാൻ നടത്തിയ ശ്രമത്തെയാണ് ഡൽഹി ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. 1912 ഡിസംബർ 23 റാഷ് ബിഹാരി ബോസ്, ഘോഷ് അല്ല ബോസ് ആണേ, റാഷ് ബിഹാരി ബോസ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് ആരെ കൊല്ലാൻ ശ്രമിച്ചു? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് രണ്ടാമനെ ബോംബെറിഞ്ഞു കൊല്ലാൻ നടത്തിയ ശ്രമത്തെയാണ് ഡൽഹി ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ സീമ? ഓക്കെ സർ. യെസ് യെസ്. എന്താ സൗമ്യ ചോദിക്കൂ സൗമ്യ. സർ, അനുശീലൻ സമിതിയിലെ നേതാക്കളുടെ പേര് പറയുന്നതിന് മുന്നേ എന്ത് പോയിന്റാ പറഞ്ഞെന്ന് പറയൂ? ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അനുശീലൻ സമിതിയുടെ. ബംഗാളില് എവിടെയാണ്? ബംഗാളിലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്ഥിരാകേന്ദ്രമെന്നും നഴ്സറി എന്നും അറിയപ്പെടുന്ന ബംഗാളിലെ ആദ്യത്തെ വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി. ഓക്കെ ആണോ? 1902 കേട്ടോ. ബംഗാളിലാണ് അനുശീലൻ സമിതി. അവരുടെ മാസിക യുഗാന്തർ. യുഗാന്തർ ആശ്രമം ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയില്. ഓക്കെ. മിത്രമേള അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നു. ഓക്കെ. ഇന്ത്യ ഹൗസ് സ്ഥാപിച്ച ശ്യാംജി കൃഷ്ണവർമ്മയുടെ മാസികയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. പാരീസ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ച മാഡൻ ബിക്കാജി കാമയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് വന്ദേ മാതരം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടോ? പോരെ? ഓക്കെ ആണല്ലോ. യെസ്. ഓക്കെ. അപ്പം പറഞ്ഞ കാര്യം മറക്കരുത്. ഇന്ന് തന്നെ വായിച്ചു നോക്കുക. ഒന്ന്. പിന്നെ മറ്റൊരു കാര്യം, രണ്ടാൾക്കാർ പറഞ്ഞായിരുന്നു നമ്മുടെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും എന്താണ് സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ഞാനത് എനിക്ക് വീറ്റോടെയാണ്. പക്ഷെ അതില് സിലബസ് ഞാൻ നോക്കിയില്ല. എന്റെ ആ ബുക്കൊന്നുമില്ല. എനിക്ക് ഒരു സാർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നതാ. ഓക്കെ. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമ്മുടെ ഇതിലായിരിക്കും. വേറെ നമ്മുടെ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും 2 സെറ്റ് കിട്ടുമല്ലോ. ഓക്കെ. നിങ്ങൾ വീറ്റോ വേറെ ഏത് പുസ്തകം നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു സ്പെഷ്യലൈസ് ആയിട്ട് ഇന്ന ബുക്ക് നോക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് പറയാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു സംഭവം. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ ഓക്കെ, നമ്മള് നിർത്താലോ നമുക്ക്? വേറെ എന്തെങ്കിലും ചോദിക്കാൻ? ഓക്കെ. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.